മലയാള സിനിമയിൽ വളരെ കുറച്ചു കാലം കൊണ്ട് തന്നെ ഇത്രയും രജിസ്റ്റർ ആയ ഒരു എഴുത്തുകാരൻ വേറെ ഉണ്ടാവില്ല എന്ന് തന്നെ വേണം പറയാൻ. തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന ഒറ്റ ചിത്രത്തിലൂടെ തന്നെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും അംഗീകാരങ്ങൾ വാങ്ങിക്കൂട്ടിയ ശ്രീ സജീവ് പാഴൂരാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം ചേട്ടാ. ആദ്യമേ തന്നെ ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ. സജീവന്റെ ഇത്തവണത്തെ വിഷു ഒരുപാട് സ്പെഷ്യൽ ആണല്ലോ. കാരണം ഇത്തവണത്തെ വിഷു നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപ് ഏട്ടൻ്റെ കേശുവിനോടൊപ്പമാണ്. നമുക്ക് ആ ചിത്രത്തിന്റെ വിശേഷം വെച്ച് തന്നെ തുടങ്ങാം. കേശു വീടിൻ്റെ നാഥൻ നമുക്ക് പരിചയമുള്ള നാട്ടിൻപുറത്തൊക്കെ നമുക്ക് കാണാൻ സാധ്യതയുള്ള ഒരു കേശുവേട്ടൻ, ഒരു സാധാരണ കേശുവേട്ടൻ. അത് 60 വയസ്സ് അടുപ്പിച്ച് പ്രായമുള്ള, സ്വന്തം ജീവിതവും കുടുംബമൊക്കെ ആയിട്ട് ജീവിച്ചു പോകുന്നു. മറ്റു കാര്യങ്ങളിലേക്കൊക്കെ വലിയൊരു എന്താ പറയുക, ഒരു സാമൂഹ്യ ജീവിയാണെന്ന് ചോദിച്ചാൽ അങ്ങനെ സാമൂഹ്യ ജീവി അല്ലാത്ത, വ്യക്തിനിഷ്ഠമായ ജീവിതങ്ങളിൽ കൂടുതൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന, ഒരു ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ഒരു സാധാരണ കേശുവേട്ടൻ. നമുക്കറിയാം, നമുക്ക് പരിചയത്തിൽ നമ്മുടെ അവിടെയൊക്കെ നമ്മൾ പലരും കണ്ടിട്ടുള്ളതാവും. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഫസ്റ്റ് ലുക്കൊക്കെ വിടുന്ന സമയത്ത് തന്നെ ആളുകൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, നമുക്ക് എവിടെ കണ്ട ഒരാളെപ്പോലെ ഫീൽ ചെയ്യുന്നെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ കേശുവേട്ടനും കേശുവേട്ടൻ്റെ ഭാര്യ രത്നമ്മയാണ് ഉർവശി ചെയ്യുന്ന ക്യാരക്ടർ. പിന്നെ 2 മക്കൾ, ഡിഗ്രിക്ക് പഠിക്കുന്ന മോള് വൈഷ്ണവി ചെയ്യുന്നു. പിന്നീട് +2 കഴിയുന്നൊരു മോൻ നെസ്ലിൻ, തണ്ണീർമത്തലിലൊക്കെ ഉണ്ടായിരുന്ന നെസ്ലിനാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത്. ഇങ്ങനെ വരുന്നൊരു കേശുവേട്ടൻ്റെ കുടുംബം. കേശുവേട്ടൻ്റെ അളിയന്മാരുണ്ട്. കേശുവേട്ടന് ഒരുപാട് അവസ്ഥകളുണ്ട്. ഒരു വലിയൊരു അമ്മയുണ്ട്, കേശുവേട്ടൻ്റെ അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. കേശുവേട്ടൻ്റെ പെങ്ങളുടെ മകളുടെ, അങ്ങനെ ഒരു വലിയൊരു ഫാമിലി സ്ട്രക്ചറുണ്ട് അതിനകത്ത്. അമ്മയടക്കമുള്ള വലിയ ഫാമിലി നമുക്ക് കുറേ നാളായിട്ട് നമ്മൾ കാണുന്നില്ല. ഇങ്ങനെ അമ്മൂമ്മയും ഒന്നും കാണുന്നില്ല. നമ്മളിതിനകത്ത് എല്ലാവരും ഉണ്ട്. ഒരു കുടുംബ കഥയാണ്. പക്ഷെ അത് പൂർണ്ണമായിട്ടും ഒരു ഫണ്ടിൻ്റെ, ഒരു എൻ്റർടൈനറിൻ്റെ ലെവലിലുള്ള ഒരു പടമാണ്. വലിയ ഗഹനമായ വിഷയങ്ങളൊന്നും അല്ല പറയുന്നത്. പക്ഷേ ഞാൻ പറയാനുള്ള വിഷയം നമ്മൾ കുറേ കൂടി സെൻറ്റേഡായിട്ട് പറഞ്ഞു പോകുന്ന ഒരു പടം, രസകരമായിട്ട് വർക്കൗട്ടായി പോകുന്ന ഒരു പടം. ആക്ച്വലി ഹ്യൂമറിന് ഇത്ര ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണോ ദിലീപ് ഏട്ടനെ തന്നെ കാസ്റ്റ് ചെയ്തത്? കാസ്റ്റിങ്ങിൽ ഇതിൽ വളരെ വ്യത്യസ്തമായ കാര്യങ്ങൾ അതിൽ സംഭവിച്ചിട്ടുള്ളത്. ഞാൻ ഈ തൊണ്ടിമുതലിൻ്റെ ഷൂട്ടിൻ്റെ സമയത്താണ്, തൊണ്ടിമുതലിൻ്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് 3-4 വർഷമായാലും, 3 വർഷത്തിന് മേലെ. അപ്പോൾ അത് കാസർഗോഡ് നടക്കുന്ന സമയത്ത് സുരാജ് വെഞ്ഞാറമൂടാണ്. ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ എൻ്റെ ഷൂട്ടിൻ്റെ ഒരു ലക്ഷ ടൈമിൽ മാറിയിരിക്കുന്ന സമയത്താണ് സുരാജ് എന്നോട് പറഞ്ഞത്, ഈ നാദൃഷയ്ക്ക് പറ്റിയ എന്തെങ്കിലും സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ നാദൃഷയ്ക്ക് എന്ത് പടം പറയാനാണ്, എനിക്ക് അങ്ങനെയല്ല, നിങ്ങൾ വേറെ വിചാരിക്കാത്ത രൂപത്തിൽ വേറെ പടം ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സുരാജ് അവിടെ ഇരുന്നപ്പോൾ തന്നെ എന്നെ നാദൃഷയെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം കാണാം നമുക്ക് എന്ന് പറഞ്ഞിട്ട് വളരെ കാഷ്വലായിട്ട് ഞങ്ങളൊരു മീറ്റിംഗ് എറണാകുളത്ത് വെച്ചു. ഈ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു, അതെ, തൊണ്ടിമുതലിൻ്റെ ഷൂട്ടിൻ്റെ സമയത്ത് തന്നെ അങ്ങനെ കണ്ട് സംസാരിച്ച് നമ്മൾ 2 സബ്ജക്റ്റ് പറഞ്ഞു. 2 പുള്ളിക്ക് ഓക്കെ ആയിരുന്നു. പക്ഷേ കുറേ കൂടി പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഇതാണെന്ന് തോന്നി. അങ്ങനെ ഇതിലേക്ക് നീങ്ങി. ആ സമയത്ത് ദിലീപ് പ്രൊഡ്യൂസറായിട്ടാണ് നിൽക്കുന്നത്. കാസ്റ്റ് വേറെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ പ്രായമുള്ള വേറൊരു കാസ്റ്റിൻ്റെ രൂപത്തിലാണ് നമ്മൾ ആലോചിച്ച് തുടങ്ങിയത്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരു ഘട്ടത്തിൽ ദിലീപേട്ടൻ പറയുന്നു പുള്ളി തന്നെ ചെയ്യാം എന്ന് പറയുന്നു. അതുമായിട്ട് മുമ്പോട്ട് പോകുന്നു. അതിനിടയ്ക്ക് പിന്നെ കുറേ കാലതാമസം അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായി. പിന്നീട് ഇപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു 3 വർഷത്തിന് ശേഷമാണ് തുടങ്ങുന്നത്. കട്ടപ്പന ഋതിക് റോഷൻ നാദൃഷ ചെയ്തിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ കഥ പറയുന്നത്. ഞാൻ തൊണ്ടിമുതലിൻ്റെ സമയത്താണ് പറയുന്നത്. പിന്നീട് അതിപ്പോൾ ഇത് എന്തായാലും അതേ രൂപത്തിൽ തന്നെ ചേച്ചിയുണ്ട്, ഈ പറഞ്ഞ എല്ലാവരും വെച്ചിട്ട് നമ്മൾ ഈ പടം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നന്നായിട്ട് പോകും. ഇപ്പോൾ ദിലീപ് ഏട്ടനെ തന്നെ സെലക്ട് ചെയ്ത ടൈമിലും ഈ അപ്പിയറൻസിൻ്റെ കാര്യത്തിൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നോ, എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഏത് തരത്തിലെ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ? കാരണം ദിലീപ് ഏട്ടൻ ഓൾറെഡി അങ്ങനെ പല തരത്തിലുള്ള അപ്പിയറൻസിൽ വന്നിട്ടുള്ളതാണ്. പക്ഷെ എന്നാലും ഇത് ഭയങ്കരമായിട്ടൊരു ഇതാണ്. എന്ന് വെച്ചാൽ പോസ്റ്റർ വൈസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഭയങ്കരമായിട്ട് സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരുപാട് ഡിസ്കസ് ചെയ്തിരുന്നോ, എങ്ങനെ വേണം, എങ്ങനെ അപ്പിയറൻസിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ക്യാരക്ടർ തന്നെയാണോ? ഉറപ്പായിട്ടും ഇത് വളരെ റിലവൻ്റ് ആണ് ചോദ്യം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ദിലീപ് എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഇതിലേക്ക് എത്തും, ഈ പറഞ്ഞ വേഷത്തിലേക്ക് എത്തും എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു. അതിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു വലിയ, എങ്ങനെ വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് നമ്മളിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ ശരിക്കും ആലോചിച്ചിട്ടുണ്ട് ഈ ക്യാരക്ടറിലേക്ക് എങ്ങനെ വരുന്നത്. പക്ഷേ ഇതിൻ്റെ മേക്ക് ഓവറിൻ്റെ ആദ്യത്തെ സ്ട്രെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ദിലീപ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മേക്ക് ഓവറിലേക്ക് എത്തുകയാണ്. അപ്പോൾ മേക്ക് ഓവർ നമുക്ക് വളരെ ഓക്കെയാണ്. അതിനുശേഷം പിന്നീട് ആ ക്യാരക്ടറിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു കൺസിസ്റ്റൻ്റായിട്ട് ഇത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര മനോഹരമായിട്ടത് ആ ട്രാവൽ നടക്കുന്നുണ്ട്.
അപ്പോൾ മറ്റ് മുമ്പ് ചെയ്തിട്ടുള്ള ഇപ്പോൾ ചന്തോട്ടാണെങ്കിലും മറ്റു മേക്ക് ഓവർ പരിപാടികൾ ഒരുപാട് ചെയ്തിട്ടുണ്ടല്ലോ. അത് വ്യത്യസ്തമായിട്ട് വളരെ ഒരു നമുക്ക് പരിചിതനായ ഒരാളുടെ മട്ടും മാതിരി തന്നെയാണ് ഈ ക്യാരക്ടർ പോയിക്കൊണ്ടിരിക്കുന്നത്. ദിലീപേട്ടന് ശേഷം എടുത്തു പറയേണ്ട ഒരു കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഉർവശി ചേച്ചിയുടെ റോളാണ്. എങ്ങനെയാണ് ഉർവശി ചേച്ചിയിലേക്ക് എത്തുന്നത്? പിന്നെ ഉർവശി ചേച്ചി ദിലീപേട്ടൻ കോംബോ എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ കണ്ടിട്ടുള്ളത് ദിലീപേട്ടൻ ആ സമയത്തേക്ക് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു, ഉർവശി ചേച്ചി നല്ല ചെയ്തിരുന്ന ടൈമിലൊക്കെ. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു കോംബോ എങ്ങനെ പ്ലാൻ ചെയ്തു അതൊക്കെ? ശരിക്കും ഇതിൽ ആദ്യമേ തന്നെ ഈ ക്യാരക്ടർ ഈ ഭാര്യയുടെ ക്യാരക്ടർ ചേച്ചി എന്നുള്ള കാര്യം നമ്മൾ ഏതാണ്ട് തീരുമാനിച്ചില്ല. ഞാൻ ചേച്ചിയുടെ ഒരു ഫാനാണ്. എനിക്ക് പലപ്പോഴും സംശയം തോന്നുന്നുണ്ട്, ഒരു സൗത്ത് ഇന്ത്യൻ ഫിലിമിൽ ഇത്രയും പവർഫുള്ളായിട്ടൊരു പെർഫോമറെ എനിക്കങ്ങനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒന്ന് വളരെ ചെറുപ്പത്തിലേ തുടങ്ങി, പക്ഷേ ഇപ്പോഴും ഒരു വലിയ ആളുകൾക്ക് മലയാളത്തിൻ്റെ ചേച്ചിയുടെ പടത്തിന് ഇപ്പോഴും ഭയങ്കര വ്യൂവർഷിപ്പും ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന വളരെ സട്ടിലായിട്ടുള്ള വേറെ തരം പെർഫോമൻസ് ഉള്ള എനിക്ക് വളരെ താല്പര്യമുള്ള ഒരു ആർട്ടിസ്റ്റാണ്. പിന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് ചേച്ചിയായിട്ട് നല്ല അടുപ്പം സൂക്ഷിക്കുന്ന ഒരാളാണ്. അതിന് കാരണം തൊണ്ടിമുതലാണ്. തൊണ്ടിമുതൽ എന്ന് പറഞ്ഞൊരു പടം ഇത്രയും ആ പടത്തിൻ്റെ വ്യാപ്തി അല്ലെങ്കിൽ ആ പടം ഉണ്ടാവേണ്ടതാണെന്ന് തിരിച്ചറിഞ്ഞത് ആദ്യത്തെ ആളുകളിൽ ഒരാൾ ചേച്ചിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ പല രൂപത്തിൽ ഞാൻ പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ ചേച്ചി നമ്മുടെ ഒരു ഭയങ്കര സന്തോഷമുള്ള ഒരാളാണ്. അപ്പോൾ നാർഷിയോട് പറയുമ്പോൾ നാർഷിക്കും ഡബിളും ഒക്കെയാണ് ഈ സംഭവം ചേച്ചി ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ദിലീപിൻ്റെ പെയറായിട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്കൊരു ഇൻട്രസ്റ്റിംഗ്. കാരണം രണ്ട് പേരും ഫണ്ട് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന, മത്സരിച്ച് ചെയ്യാൻ പറ്റുന്ന, മത്സരബുദ്ധിയോട് ചെയ്യാൻ കഴിയുന്ന, എന്നാൽ ദിലീപ് പോലൊരു ആർട്ടിസ്റ്റ് ചേച്ചി എന്ന് വിളിക്കുന്ന ഒരാളായിരിക്കണം ഭാര്യ. അപ്പോൾ അങ്ങനെ വരുന്നൊരു കോൺട്രാസ്റ്റ് ഇതെല്ലാം കൂടി വെച്ചിട്ട് നമ്മളത് പ്ലാൻ ചെയ്തു. പക്ഷേ രസമായിട്ട് വർക്കാവുന്നുണ്ട്. ആ ഒരു ഫാമിലി, അവർ 4 പേര് നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഫാമിലിയായിട്ട് ഫീൽ ചെയ്യുന്നൊരവസ്ഥയുണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഒരു ഗീവ് ആൻഡ് ടേക്കിൽ നല്ല റെസ്പോൺസിബിളായിട്ട് ചെയ്തു പോകുന്നുണ്ട്. വലിയ എന്താ പറയുക, ഭയങ്കരമായൊരു സ്ലാപ്സ്റ്റിക് ലെവലിലേക്കല്ലാതെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാൻ സാധ്യതയുള്ള സംഭവങ്ങളിലൂടെയുള്ള ട്രാവലാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് ഇങ്ങനൊരു ഫണ്ട് റൈഡ് മീൻസ് എനിക്ക് വിഷയങ്ങളെ കുറച്ച് തമാശയായിട്ട് കാണാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ നമ്മളെപ്പോഴും പലപ്പോഴും ആൾക്കാർക്ക് കൂട്ടുന്നത് ഭയങ്കര നമ്മൾ ഈ സീരിയസ് പരിപാടി മാത്രം അങ്ങനെ എന്തോ ഒരു 10-15 വർഷത്തോളം ഞാൻ അവാർഡ് സിനിമകൾ മാത്രം ചെയ്ത് നടന്നിരുന്ന, അല്ലെങ്കിൽ അവാർഡ് സിനിമയുടെ ഭാഗമായിട്ട് മാത്രം നടന്നിരുന്ന ഒരാളാണ്. ഇപ്പം തുണ്ടുപോലായാലും ശരി, സത്യം പറഞ്ഞാൽ ഒക്കെ ആയാലും ശരി, അത് പറയാൻ ശ്രമിക്കുന്നത് ഫണ്ണിലൂടെയാണ്. അതിനൊരു ഫൺ ട്രാക്ക് ഉണ്ട്, അതിന് രണ്ടിനുണ്ട് ഫൺ ട്രാക്ക്. അപ്പോൾ എത്ര സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളും നമുക്ക് ഫണ്ണിലൂടെ പറയാൻ പറ്റും. അപ്പോൾ ഒരു ഔട്ട് ആൻഡ് ഔട്ട് അന്നത്തെ സമയത്ത് ഞാൻ ഈ പടം ആലോചിക്കുന്ന സമയത്ത് ദിലീപ് നാദിർഷ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര കോംബോ, ഇപ്പോഴും അതെ ഒരു വലിയ കോംബോയാണ്. അത് ഫണ്ട് മാത്രം പ്രതീക്ഷിച്ച് തിയേറ്ററിൽ എത്തുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടൊരു പടം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കാണ്. നല്ല റിസ്ക് ഉണ്ട് അതിൻ്റെ അകത്ത്, ഇല്ലെന്നല്ല. എന്നാൽ അതൊരു വല്ലാത്ത രൂപത്തിൽ മാറ്റം വരുത്താതെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത്, തിയേറ്ററിലെ ഓഡിയൻസിന് അശ്ലീലമില്ലാതെ, ഡബിൾ മീനിങ് ഇല്ലാതെ, വളരെ ക്ലീനായിട്ട് ഒരു ഫാമിലിക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി ഒരു തരത്തിലും അവരെ ഡിസ്റ്റർബ് ചെയ്യാത്ത രൂപത്തിൽ ഒരു എൻ്റർടൈനർ എന്നുള്ള നിലയ്ക്ക് ആസ്വദിച്ച് കാണാൻ കഴിയുന്ന ഒരു സിനിമ എന്നുള്ളതാണ് കേശു വീടിൻ്റെ നാട്, ഉറപ്പിച്ച് പറയുന്നത്. അതിൽ ഒരു തരത്തിലും നമുക്ക് ഇപ്പം മക്കളുമായിട്ട് പോയി കാണാൻ. ഇപ്പോൾ മെയിനായിട്ട് പ്രശ്നം വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഞാൻ ഫാമിലി മാനാണ്. മോളുണ്ട്, മോനുണ്ട്, ഭാര്യയുണ്ട്. അപ്പം അവർ വായിക്കുന്നതാണ് എൻ്റെ സ്ക്രിപ്റ്റുകൾ. അവരാണ് എൻ്റെ ആദ്യത്തെ വായനക്കാർ. അപ്പോൾ അവർ വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അസഹനീയമായത്, അവർക്ക് ദഹിക്കാൻ പറ്റാത്തൊരു കാര്യം ഞാൻ സാധാരണ ചെയ്യില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ എൻ്റെ കുടുംബത്തിന് തിയേറ്ററിൽ പോയിരുന്ന സിനിമ കാണാമെങ്കിൽ അത്രയും സുരക്ഷിതത്വം ഞാൻ മറ്റുള്ളവർക്കും കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ഞാനൊരു സോഷ്യൽ ഒബ്ജക്റ്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് ലയബിലിറ്റി ഉണ്ട്. ആ ലയബിലിറ്റി ഇതിൻ്റെ അകത്തുണ്ട്. ഈ സിനിമയ്ക്കകത്തും കുടുംബമായിട്ട് ധൈര്യമായിട്ട് വന്നിരുന്ന ഒരു വെക്കേഷൻ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്നൊരു പടമായിരിക്കും. കാരണം ആക്ച്വലി ചോദിക്കാൻ വന്നതെന്ന് വെച്ചാൽ റിയലിസ്റ്റിക് മൂവി ആയാൽ കൂടി കുറച്ചിൽ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലത്തെ ഒരു ആസ്പെക്റ്റ് ഉണ്ടാവാറുണ്ട്. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ആക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് കാണാൻ പറ്റുക, അങ്ങനത്തെ ഒരു ഭാഷകളുടെ ഇതാണ്. എന്ന് വെച്ചാൽ വേർഡ്സ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. പക്ഷെ ഇതിൽ ചേട്ടൻ ഉറപ്പിച്ച് പറയുന്നു ഇങ്ങനത്തെ ഒരു എലമെൻറ്റും ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ ചേട്ടൻ ഒരു പാറ്റേണിൽ നിന്നുകൊണ്ടല്ല എല്ലാ ജോണറും നീറ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള ചേട്ടൻ തെളിയിച്ചുകൊണ്ട് ഇപ്പം ഇപ്പം എല്ലാവരും ഒരു ടീമാണല്ലോ. നമ്മളിപ്പോൾ പിന്നെ അവരെല്ലാവരും ബോധേഡാണ്. നമ്മളെല്ലാവരും ബോധേഡാണ്. ഈ പടം നന്നായിരിക്കണം, ഈ പടം നീറ്റായിരിക്കണം, ഈ പടം ക്ലീൻ ആയിരിക്കണം. ഇതൊരു ഫണ്ട് റൈഡാണ്. ബിഗിൻ ടു എൻ്റെ ഒരു ഫണ്ട് റൈഡിലാണ് ഈ പരിപാടി പോകുന്നത്.
അപ്പോൾ നമുക്കിത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള സംഭവങ്ങളെ വെച്ച് ചെയ്യാം. അപ്പോൾ അവർ ചെയ്തു പോരുന്ന തുടർച്ച അപ്പോൾ ഞാൻ ചെയ്തു പോരുന്ന പടങ്ങൾ ഇതിനിടയിലൂടെ ഒരു ട്രാക്കാണ് നമ്മൾ സഞ്ചരിക്കാൻ നോക്കിയത്. നമ്മൾ സെലക്ട് ചെയ്തു അങ്ങനെ ഒരു ട്രാക്കാണ്. ഇൻ ബിറ്റ്വീൻ ഇതിനിടയിൽ എങ്ങനെ ഇപ്പോൾ ആദർശ് ചെയ്യുന്ന പടങ്ങൾ, നമ്മൾ ചെയ്യുന്ന പടങ്ങൾ, എല്ലാ പടങ്ങളും ഇതിൽക്കിടയിൽ നമുക്കൊരു വ്യത്യസ്തമായൊരു പാറ്റേൺ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. ആ പാറ്റേണാണ് ഇതിൽ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ചിലപ്പം രസമുള്ള ചിരിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ള സീനുകളും ഉണ്ടാവും, നമുക്ക് അല്ലാത്ത സീനുകളും ഉണ്ടാവും. ഇതിൻ്റെ ഒരു ടോട്ടൽ വ്യത്യസ്തമായൊരു ബ്ലെൻഡാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ബ്ലെൻഡ് വർക്കൗട്ടാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. പക്ഷേ എല്ലാം തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരാണ്. പ്രധാനമായിട്ടൊരു പ്രശ്നം ദിലീപ് നാദർഷ എന്ന് പറഞ്ഞിട്ട് വരുന്ന ആളുകൾ പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ളൊരു ഫണ്ണല്ല ഈ പടം. ഇത് ഫണ്ണാണ്, ഇതൊരു ഒരു ക്ലീൻ എൻ്റർടൈനറാണ്. അല്ലാതെ ഭയങ്കര കോമഡി പ്രതീക്ഷിച്ചു വന്നു കഴിഞ്ഞാൽ ആ കോമഡി പടത്തിലില്ല. അങ്ങനത്തെ പടമല്ല ഇത്. ഇതൊരു സ്ലാപ്സ്റ്റിക് ലെവലിലുള്ള ഫണ്ണില്ല. അങ്ങനത്തെ പരിപാടി പിടിച്ചിട്ട് സിറ്റുവേഷനിലുണ്ടാവാൻ സാധ്യതയുള്ള ഫണ്ണുകൾ. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഒരു പടമായിട്ട് പ്രതീക്ഷിച്ച് വന്നു കഴിഞ്ഞാൽ പണിപാടും. അങ്ങനെയല്ല. പക്ഷെ എന്നാലൊരു നമുക്ക് ഇത് സംഭവിക്കാവുന്ന അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ടാവുന്ന, നമ്മുടെ വീടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കാവുന്ന ഒരു കഥയുടെ പുറത്ത്, ചെറിയൊരു കഥയുടെ പുറത്താണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് വലിയ കഥകളൊന്നും പറയാനില്ല. പക്ഷേ നമുക്കൊരു ഉറപ്പാണ്, ഇതൊരു എൻ്റർടൈനറാണ്. അല്ല, ചേട്ടൻ്റെ സിനിമകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവും, അതിൻ്റെ ഫോളോ അപ്പ് ആണ് ആ ഹോൾ മൂവി എന്നുള്ളത്. അപ്പോൾ ഇതിലത്തെ ഇൻസിഡൻറ്റ് റിലേറ്റഡ് ടു ലൈക്ക് ആ ഡ്രൈവിംഗ് സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റും മറ്റുമൊക്കെയാണ് ഇതിൽ വരുന്നുണ്ട്. കേശവൻ്റെ ജീവിതത്തിൽ കേശവൻ ഒരുപാട് രസകരമായൊരു ക്യാരക്ടറാണ്. രത്നമ്മയ്ക്ക് സ്വാഭാവികമായിട്ട് ഇപ്പോൾ രത്നമ്മയുടെ ഒരു ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ, കേശവൻ്റെ ഒരു ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ കേശവൻ ഭയങ്കര ഷാർപ്പാണ്, സൂത്രക്കാരനായ ഭയങ്കര ഷാർപ്പായിട്ടൊരു ക്യാരക്ടറാണ് കേശവൻ. രത്നമ്മയുടെ ക്യാരക്ടറിൻ്റെ ക്രൂക്കഡെന്നല്ല, ചില നമുക്കുണ്ടല്ലോ നാട്ടിൻപുറത്തൊക്കെ ആളുകളുണ്ടല്ലോ, അവരുടെ വീട് അവരുടെ ചെറിയൊരു ഏരിയക്കകത്ത് നിന്ന് ഒരു സോഷ്യൽ ഒബ്ജക്റ്റ് എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ ഭയങ്കര ഉത്തരവാദിത്വമൊന്നും കാണില്ല. കുറച്ച് സെൻറ്റേഡ് ആയിരിക്കും, അവരിലേക്ക് സെൻറ്റേഡ് ആയിരിക്കും, ഫാമിലി സെൻറ്റേഡ് അല്ലെങ്കിൽ സെൽഫ് സെൻറ്റേഡ് ആയിരിക്കും. അത്തരത്തിലൊക്കെ സെൻറ്റേഡ് ആയിട്ട് ജീവിക്കാൻ സാധ്യതയുള്ളൊരു കേസുണ്ട്. എന്നാൽ ഭയങ്കര വൈൽഡായിട്ടുള്ള അങ്ങനെയൊന്നുമല്ല. വളരെ പാവപ്പെട്ട ഒരു മനുഷ്യൻ, വളരെ സാധാരണക്കാരൻ്റെ മനുഷ്യൻ. ആ സാധാരണക്കാരനായ മനുഷ്യന് ഒരു സാധാരണക്കാരിയായ ഭാര്യ. പക്ഷേ ഭാര്യയ്ക്ക് ചില രസകരമായ കാര്യങ്ങളുള്ളത്. ഭാര്യ ഭയങ്കര ഓർഗാനിക്കാണ്, ഇച്ചിരി ഓർണമെൻ്റലായി ഭയങ്കര ഭംഗിയായിട്ട് നടക്കുക എന്നൊക്കെ ആഗ്രഹമുള്ള ആളാണ്. അല്ലെങ്കിൽ എല്ലാത്തിനും സാധാരണ ഇല്ല ഇത് അങ്ങനത്തെ ഒരു ക്യാരക്ടറേ അല്ല. ഇതൊരു വളരെ സാധാരണ സ്ത്രീ, നമുക്ക് പരിചയമുള്ള മറ്റൊരു സ്ത്രീ. അതൊന്നും അത്തരം പടങ്ങളുമായിട്ട് യാതൊരു കണക്ഷൻ ഉണ്ടാവില്ല. ഇല്ല അങ്ങനത്തെ ആഡംബരം എന്ന് പറയുന്ന സംഭവമേ ഇല്ല. ഇവർക്ക് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡേ ഇല്ല. ഉള്ളതിനെ വെച്ചിട്ട് രസകരമായിട്ട് ജീവിക്കുക. അവർ ജീവിക്കുന്ന ഒരു പരിസരമുണ്ട്, ആ പരിസരത്ത് നിന്നിട്ട് അത് രസകരമായിട്ട് ജീവിക്കുക. ഭർത്താവ്, മക്കൾ, അതൊക്കെ ആയിട്ട് ജീവിക്കുക. ആ കുടുംബം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിൻ്റെ അകത്ത് ഒതുങ്ങി നിന്ന് പോകുന്ന ഒരു കേശവന് പറ്റിയൊരു ഭാര്യ. എനിക്ക് തോന്നുന്നു ചേട്ടൻ ക്യാരക്ടറിൽ ഇൻഡെപ്ത് ആയിട്ടൊക്കെ ഇനി നോക്കിയിട്ടുണ്ടെന്ന്. എൻ്റെ ക്യാരക്ടർ ഇങ്ങനെ തന്നെ വേണം എന്ന് വെച്ചാൽ ചേട്ടൻ കറക്റ്റായിട്ട് ഐഡലൈസ് ചെയ്ത് പറയുന്നുണ്ട്, ഇത് തന്നെയാണ്. അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു മിക്സ്ചറോ അല്ലെങ്കിൽ സിമിലാരിറ്റിയോ പറയുമ്പോൾ ചേട്ടൻ അത് പറ്റുന്നില്ല. കാരണം എൻ്റെ ക്യാരക്ടർ ഉറപ്പായിട്ടും നമ്മൾ ക്യാരക്ടറിനെ സംബന്ധിച്ച് ഇപ്പോൾ ഓരോ ക്യാരക്ടറിനും നമ്മൾ ഓരോ ക്യാരക്ടർ ഡിസൈനിങ്ങിൽ നമുക്കൊരു എനിക്ക് വ്യക്തിപരമായൊരു താല്പര്യമുണ്ട്. കാരണം വെച്ചാൽ ആ ക്യാരക്ടർ ഉണ്ടാവണം, ഒരു ക്യാരക്ടറിന് ഒരു പ്രത്യേക ഒരു ക്യാരക്ടർ ഉണ്ടാവണം. അപ്പോൾ അതിൽ അത്തരം സ്വഭാവം എല്ലാവർക്കും കൊടുക്കാനായിട്ടും ശ്രമിക്കും. പിന്നെ നമ്മളിത് എഴുതി വെച്ചിട്ട് കാര്യമില്ല, നമ്മൾ എന്ത് എഴുതി വെച്ചിട്ടും കാര്യമില്ല. അത് പെർഫോമറുടെ കയ്യിൽ കൊടുക്കുമ്പോഴാണ് അവരതിൽ നിന്ന് എടുത്തു തരുന്ന ഒരു ഔട്ട്പുട്ടുണ്ട്. ആ ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട്. അല്ലാതെ നമ്മളിപ്പോൾ എന്ത് പറയാൻ നമുക്ക് എളുപ്പമാണ്. ഇപ്പോൾ എപ്പോഴും നമ്മൾ എഴുത്തുകാരെ കളിയാക്കുന്നൊരു കാര്യമുണ്ട്, ആന അടഞ്ഞോടി അതിൻ്റെ നടുവിൽ പെൺകുട്ടി ഓടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ്, 4 വരിയിൽ പരിപാടി ചെയ്തു. പക്ഷേ ആന വേണം, ഈ ഉത്സവം മുഴുവൻ സെറ്റ് ചെയ്യണം, അതിൻ്റെ അകത്തൂടെ ആളെ മുഴുവൻ സെറ്റ് ചെയ്യണം. അപ്പോൾ എന്ന് പറയുന്നൊരു ഒരു വളരെ സ്ഥിരമായിട്ട് സിനിമാ സെറ്റുകളിൽ പറയുന്നൊരു സാധനമുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ ക്യാരക്ടർ ഉണ്ടാക്കി കഴിഞ്ഞാൽ എഴുതി വെച്ചിട്ടില്ല, എഴുതി വയ്ക്കുന്നതിൽ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഒന്നും വർക്കൗട്ട് ആവില്ല. ആർട്ടിസ്റ്റ് വർക്കൗട്ട് ആയില്ലെങ്കിൽ നമ്മൾ എന്ത് എഴുതി വെച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഡയറക്ടർ അതുപോലെ കൺസീവ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യമുള്ള ഒരു കാര്യമില്ല. അപ്പോൾ ഇപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതൊരു ടീം എഫർട്ടാണ്. ഞാൻ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഞാൻ എപ്പോഴും ഒരു ഡയറക്ടർ ഫ്രണ്ട്ലി ആയിട്ടുള്ള റൈറ്റർ ആവുക എന്നുള്ളതാണ് ഞാൻ ശീലിച്ചിട്ടുള്ളത്. കാരണം ബേസിക്കലി ഞാനൊരു ഡയറക്ഷൻ സൈഡിൽ നിന്ന് വന്ന ഒരാളാണ്. ഞാനൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു, അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്, പടം ഡയറക്ടറായിട്ട് പോയ ഒരാളാണ്. അപ്പോൾ അങ്ങനെ എല്ലാ അർത്ഥത്തിലും നോക്കുമ്പം ഒരു ഡയറക്ടറുടെ സൈഡിൽ നിന്നാണ് നമ്മളെപ്പോഴും ആലോചിക്കാറ്, ഇത് വർക്കാക്കി എടുക്കാൻ എങ്ങനെയാണ്,
അതിൻ്റെ കോംപ്ലക്സ് ആണോ, എത്ര ബുദ്ധിമുട്ടുണ്ടാവും ഒരു സീൻ വർക്ക് ചെയ്തെടുക്കാൻ എന്നുള്ളതെല്ലാം നമ്മൾ ആലോചിക്കും സ്വാഭാവികമായിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡയറക്ടറുടെ കൂടെയാണ് എപ്പോഴും ട്രാവൽ ചെയ്യാറുള്ളത്. ഈ പടത്തിനാണെങ്കിൽ ശരിയാണ്, ആദർശയും ഞാനിവിടെയാണ് പടം ചെയ്തത്. തൊട്ട് മുമ്പാണ് പ്രജിത്ത് ഞാനിവിടെ പടം ചെയ്തത്, അതിന് മുമ്പാണ് പോത്തിന് ഞാനിവിടെ പടം ചെയ്തത്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് ഷായ് സാറിൻ്റെ കൂടെയാണ്. ഒരു പടം സൊബാന എഴുതിയത് ഷായ് സാറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലെല്ലാം അതെന്താണോ അവരുടെ ലെവലിലേക്ക് കൂടി നമ്മൾ എത്തുക, ഈ പടം അവർ കൺസീവ് ചെയ്യുന്ന രീതിയിൽ നമ്മളും കൂടി അനുസരിക്കുക. അപ്പം ഡയറക്ടേഴ്സിനനുസരിച്ച് പടം മാറിക്കൊണ്ടിരിക്കും, എൻ്റെ പടങ്ങളും മാറും. പക്ഷേ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തത് ചേട്ടൻ വിചാരിച്ച പോലെ തന്നെ നടക്കണമെന്നുണ്ടെങ്കിൽ ചേട്ടൻ തന്നെ സംവിധാനം ചെയ്യാനോ ഇല്ല, അത് മേളിലേക്ക് പോകണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ പറയുന്നത് നമ്മൾ എഴുതി വെക്കുന്ന കഥാപാത്രങ്ങൾ, ഞാനിപ്പം പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഏത് കഥാപാത്രങ്ങൾ എഴുതിയാലും ഒരു പക്ഷേ അതിലൊക്കെ എൻ്റെ ഫ്ലേവറുകൾ കാണും. പ്രത്യേകിച്ച് സംസാരിക്കുന്നതിലെങ്കിലും ഞാൻ കാണും. കഥാപാത്രങ്ങൾ എഴുതുന്നത് നമ്മൾ തന്നെയല്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു ഫ്ലേവർ അതിൻ്റെ അത് ഇങ്ങനെ ഓരോ കഥാപാത്രത്തിലും കിടക്കും. അപ്പോൾ അതിന് രണ്ട് രീതിയിലാണ് ഞാൻ എന്നെ മറികടക്കാൻ ശ്രമിക്കുന്നത്. ഒന്ന്, ഡയറക്ടറുടെ അടുത്തെത്തുമ്പോൾ ഡയറക്ടറുടെ ക്യാരക്ടറിനെ ഏതെങ്കിലും രീതിയിൽ മാറ്റി ഏതെങ്കിലും രൂപത്തിൽ അതിന് കൺസീവ് ചെയ്യുന്നതിൽ വ്യത്യാസം വരുന്നുണ്ടോ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് ആർട്ടിസ്റ്റിന് കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ പടങ്ങളിലെല്ലാം ഡയറക്ടറോടും ആർട്ടിസ്റ്റിനോടും ആദ്യമേ പറയുന്നൊരു കാര്യം, ഞാൻ എഴുതി വെച്ചത് പറയണ്ട, എഴുതി വെച്ച് പറയേ വേണ്ട, എനിക്ക് ആ കണ്ടൻറ്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇത് റെൻഡർ ചെയ്യുന്നതും അതിൻ്റെ പ്രസൻറ്റേഷൻ നിങ്ങളുടെ രീതിക്കാണ്. അത് ഞാനത് വളരെ ഫോഴ്സ്ഡായിട്ട് പറയാൻ ശ്രമിക്കാറില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, എങ്കിലേ ഈ കഥാപാത്രം എൻ്റെ അടുത്ത് നിന്ന് കുറേയെങ്കിലും അകന്നു മാറുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ ഫ്ലേവറുകൾ എത്ര അളവിൽ കഥാപാത്രത്തിൽ കുറയുന്നുവോ അത്രയും നല്ലതാണ്, അതെനിക്ക് നല്ലതാണ്. കാരണം ഈ കഥാപാത്രവും ഞാനുമായിട്ടുള്ള അകലം കൂടി വരുന്നതാണ് എനിക്ക് സേഫ്. എൻ്റെ ജീവിത സുരക്ഷിതത്തിന് അതാണ് നല്ലത്. അല്ലെങ്കിൽ എല്ലാത്തിനും ഞാനുണ്ടാവും, ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ കഥാപാത്രത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അവരെടുത്തതിന് ശേഷം അവർ റെൻഡർ ചെയ്യുമ്പോൾ അപ്പോൾ എൻ്റെ ഭാഷയുടെ രീതികൾ മാറി കിട്ടും, അവരിലേക്ക് അതെത്തും. പിന്നെ അതിൻ്റെ എന്താ പറയുക, കണ്ടൻറ്റിൽ മാറ്റം വരേണ്ട ആവശ്യമില്ല. കണ്ടൻറ്റിൽ നിന്നുകൊണ്ട് റെൻഡറിങ്ങിലും ബാക്കി കാര്യങ്ങളിലെല്ലാം മാറ്റം വരുത്താം. ആ ഇംപ്രൂവൈസേഷൻ പോർഷനിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് സ്പോട്ട് ഇംപ്രൂവൈസേഷനും വലിയൊരു ഇംപ്രൂവൈസേഷൻ എന്ന് പറഞ്ഞ സംഭവം സിനിമയെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മൾ പേപ്പറിലുള്ളത് പകർത്തി വയ്ക്കുകയല്ല ഫിലിം മേക്കിംഗ് ആണ്, അതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ അതുകൊണ്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്ന പടങ്ങളിൽ ലൊക്കേഷൻ ഉണ്ടാകുന്നതിൻ്റെ കാരണം തന്നെ അതാണ്. മുഴുവൻ ഒരു പടം നടക്കുകയാണെങ്കിൽ ആ പടത്തിന് മുഴുവൻ സമയം ഷൂട്ടിംഗ് സമയത്ത് ഞാൻ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് ഇരിക്കാറുണ്ട്. കാരണം അത് ഇവോൾവ് ചെയ്ത് വരണം. ആ ഇവോൾവ് ചെയ്യുന്ന പ്രോസസ്സിൽ എഴുതി കൊടുത്ത് അവിടെ നമുക്ക് മാറി നിൽക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അതിലാ ഇവോൾവ് ചെയ്തിരുന്ന സമയത്ത് നമ്മളും കൂടി കൺസീവ് ചെയ്തെടുക്കുന്നതും പടം വളരുന്നതും എല്ലാം കണ്ട് ഇതൊരു പഠനമാണല്ലോ, ഇതൊരു പ്രോസസ്സാണല്ലോ. ആ പ്രോസസ്സിന് നമ്മളും പാർട്ടാണ് ആവണം എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഈ പറഞ്ഞ പോലെ ചേട്ടാ, ആരാണ് ഇതുവരെ ഇപ്പോൾ വർക്ക് ചെയ്തിട്ടുള്ള ഇത്രയും മൂവീസിൽ ആരാണ് പെർഫെക്റ്റ് റെൻഡറിങ് ചെയ്തായിട്ട്? ഇല്ല, അങ്ങനെ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട്. പല ആളുകളും നമ്മൾ ഭയങ്കര രസമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഓരോരുത്തരുടെയും ഓരോ ലെവൽ ഓഫ് പൊട്ടൻഷ്യലാണ്. അത് നമുക്കത് ഒരാളെ പറഞ്ഞ് അത് മിനിമൈസ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. കാരണം ഇതിലിപ്പോൾ നമുക്കറിയില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ സത്യം പറഞ്ഞ് വിശ്വസിക്കുകയോ സിനിമയുടെ എൻഡ് പോർഷൻ ക്ലൈമാക്സ് ഇല്ല അതിൻ്റെ ടൈലൻറ്റിൽ ബീച്ചറിന് എങ്ങനെ ചെയ്യും? ഞാൻ എഴുതി വെച്ചിട്ട് എന്താ കാര്യമുള്ളത്? എങ്ങനെ അത് എഴുതി വെച്ച സംഭവം വായിച്ചാൽ കിട്ടുന്നതല്ലല്ലോ, അത് പെർഫോം ചെയ്തെടുക്കണ്ടേ? അത് ബീച്ചറിന് പെർഫോം ചെയ്തെടുക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. എന്തൊരു രസമായിട്ട് പെർഫോം ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും. ഇപ്പോൾ ഇൻ്റർവെല്ലിന് 24 ഇൻ്റർവെൽ പഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം ഈ കള്ളൻ എങ്ങനെ നിൽക്കും, ഫേസ് ചെയ്യുന്ന അവസ്ഥ നമുക്ക് എഴുതി വയ്ക്കാം. അത് എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അപ്പോൾ അത് അവർ തരുന്നതാണ്, അവർ തരുന്ന റിസൾട്ടാണത്. ആ റിസൾട്ട് സ്വീകരിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പറയുന്ന സാധനത്തിന് അത് എത്രയോ വലിയ വലിപ്പത്തിലേക്ക് ആർട്ടിസ്റ്റ് എടുത്തു തരികയാണ്. അത് ഡയറക്ടറുണ്ട് അവിടെ. ആ ഡയറക്ടർ ആഗ്രഹിക്കുന്ന ആർട്ടിസ്റ്റിലൂടെ ഡയറക്ടർ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രീതിയിലൂടെ കഥാപാത്രം വളർന്നു കിട്ടുക. അപ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം ഭയങ്കര വലുത്. ഇപ്പോൾ കഴിഞ്ഞ പടത്തിൽ സത്യം പറഞ്ഞാൽ വരുമ്പോൾ ഇപ്പോൾ താമരയുടെ ക്യാരക്ടർ, സുധി ഗോപ്പ ചെയ്ത ക്യാരക്ടർ, അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്ത ക്യാരക്ടർ, അലഞ്ചേട്ടൻ ചെയ്ത ക്യാരക്ടർ, ഇതൊക്കെ നമുക്കൊരാഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾ കൂട്ടിക്കിട്ടുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കും. ഇപ്പോൾ താമര ഭയങ്കര രസമായിട്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ കൈവിട്ട് കൊടുക്കുക. നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ പേപ്പറിൽ മുറിക്കാതിരുന്ന് ചെയ്യുന്ന പ്രവൃത്തിയല്ല. ഫീൽഡിൽ ഷൂട്ടിംഗ് ലൊക്കേഷൻ ചെന്ന് കഴിഞ്ഞാൽ ഇതല്ലാതെ അഴിച്ചു വിട്ടു കൊടുക്കാനേ പറ്റുള്ളൂ.
എല്ലാവരും അഴിച്ചുവിട്ട് അവർ അവരുടെ സ്വസ്ഥമായ വഴിയിലൂടെ സഞ്ചരിക്കട്ടെ. അതേ നടക്കുള്ളൂ. പക്ഷെ എനിക്കൊരു ഡൗട്ട് ഉള്ളത്, ഇപ്പോൾ പറഞ്ഞില്ല 90 സെക്ഷൻ, അതിനകത്ത് ആ ഇന്റർവെൽ പഞ്ച് ആ സീനിൽ ശരിക്കും എന്തായിരുന്നു സ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു? അങ്ങനെ ഒരു ചിരി വേണമെന്ന് മാത്രമായിരുന്നു ഇല്ല. അതായത് പിടിക്കപ്പെട്ടവൻ്റെ അവസ്ഥ ഇപ്പം എനിക്ക് പറയാമല്ലോ. നമ്മൾ ഇപ്പം ഞാനത് എന്നോട് പെർഫോം ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ലല്ലോ. അതായത് ഇപ്പോൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം പൊളിഞ്ഞു. എല്ലാം പൊളിഞ്ഞതിന് ഇപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് തന്നെ അതിന് മുമ്പ് തന്നെ ഇൻ്റർവെൽ എന്തായിരിക്കണം, അതിന് മുമ്പ് ഇൻ്റർവെൽ നിന്നിരുന്നത് ഇൻ്റർവെൽ പഞ്ച് നിന്നിരുന്നത് എക്സ്റേ എടുക്കാൻ പോകുന്ന സ്ഥലത്തായിരുന്നു. എക്സ്റേ എടുക്കാൻ പോകുന്നതിന് മുമ്പായിരുന്നു ഇൻ്റർവെൽ ഞാൻ ബ്ലോക്ക് ചെയ്തിരുന്നത്. അപ്പോൾ പോത്തൻ സംസാരിച്ച സമയത്താണ് പോത്തൻ പറഞ്ഞത് എക്സ്റേ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നൊന്നും ഇല്ലല്ലോ, അതിൻ്റെ തൊണ്ടെന്നുള്ള ഉറപ്പാണല്ലോ, അത് നമുക്കൊരു സസ്പെൻസ് കൊടുക്കാൻ വേറെ സാധനങ്ങളൊന്നുമില്ല, അതുകൊണ്ട് എന്തുകൊണ്ട് എക്സ്റേ കഴിഞ്ഞിട്ടായിക്കൂടാ എന്നുള്ളത് പോത്തൻ്റെ സജഷനാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഇൻ്റർവെൽ കുറച്ച് ഇപ്പുറത്തേക്ക് മാറി. എക്സ്റേ കഴിഞ്ഞിട്ടായിട്ട് മാറുമ്പോൾ പിന്നെ എങ്ങനെ ഇൻ്റർവ്യൂവിൽ ബ്ലോക്ക് ആവുന്ന സമയത്താണ് ഈ സജഷൻ പറഞ്ഞത്. ഇങ്ങനെ ഈ പിടിക്കപ്പെട്ട ആൾ ആ പിടിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് കഴിഞ്ഞാൽ എന്ന് പറയുന്നൊരവസ്ഥ. അപ്പോൾ ആ സമയത്ത് പക്ഷേ സൗബിനായിരുന്നു കള്ളൻ. സൗബിനുള്ള സമയത്താണ് ഈ തീരുമാനം പറയുന്നത്. പക്ഷേ പിന്നീട് സൗബിൻ ഇപ്പോൾ ഫ്രെയിമിൻ്റെ ഒരു എക്സ്ട്രീം റൈറ്റിൽ ഒരാൾ നിന്നിട്ട് കൊടുക്കുകയും ഇപ്പുറത്തെ ഇൻ്റർവ്യൂവിൽ നിന്ന് കാണുന്നതാണ് നമ്മുടെ ഒരു ഇമേജ് വരുന്നത്. അതിലിപ്പോൾ ഓരോരുത്തരും ചിലപ്പോൾ എങ്ങനെയൊക്കെ ചെയ്യും നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഒരാൾ ഇങ്ങനെ ചെയ്യുമായിരിക്കും, വേറെ ഇങ്ങനെ ചെയ്യുമായിരിക്കും എന്നൊക്കെ ചിന്തിക്കാൻ പറ്റും. പക്ഷേ അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ആർക്കും അറിയണ്ടായിരുന്നില്ല. അത് ചെയ്തപ്പോൾ ഭയങ്കര ഒരുപാട് ഡയമെൻഷനുള്ള ഒരു ഡയമെൻഷനുള്ള സാധനമായിട്ട് പറയും. അതിൽ എന്താ ചെയ്യുക, അത് പെർഫോമറുടെ മിടുക്കാണ്, ഡയറക്ടറുടെ കഴിവാണ്. അതാണ് നമ്മൾ തിരിച്ച് ചായ കുടിച്ചിട്ട് തീരേണ്ട അത് തിരിച്ച് കയറുക, അതാണല്ലോ അതിൻ്റെ സങ്കല്പം. അത് നടക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഫഹദും സുരാജും ഇത് ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, അവരുടെ ദ ബെസ്റ്റ് കരിയറിലുള്ള ലിസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ബെസ്റ്റിൽ ഒന്ന് 90 ദൃക്സാക്ഷിയാണെന്നുള്ളത്. മാത്രമല്ല ബിജു ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, 100-ൽ കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ള ബിജു ചേട്ടനും പറയുന്നുണ്ട്. ബിജു ചേട്ടൻ ചെയ്തിരിക്കുന്നതിൽ വൺ ഓഫ് ദ ഫേവറേറ്റ്സ് അല്ലെങ്കിൽ ബെസ്റ്റ് എന്ന് പറയുന്നതിൽ ഒന്ന് സത്യം പറഞ്ഞ് വിശ്വസിക്കുക എന്നുള്ള ചിത്രമാണ്. അപ്പോൾ ഇപ്പോൾ നെക്സ്റ്റ് ദിലീപ് ഏട്ടൻ്റെ ആയിരിക്കും ആ ലിസ്റ്റ് ഉണ്ടാവുക. ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷ ഉണ്ടാവുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചേട്ടാ ഈ ആക്ടേഴ്സുമായിട്ട് ഈ കെമിസ്ട്രി മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എങ്ങനെയാണ് ഒരു ബോണ്ടിങ് ഉണ്ടാവുന്നത്? ആർട്ടിസ്റ്റ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ പൊട്ടൻഷ്യൽ നമ്മൾ പ്രെഡിക്റ്റബിലിറ്റിക്ക് അപ്പുറത്താണ്. അപ്പോൾ ഫഹദ് എങ്ങനെ പെർഫോം ചെയ്യും? ഫഹദിൻ്റെ ഒന്നും കരിയർ ബേസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് എന്ന് പറയുന്ന സാധനം ഇല്ല. ഇവർ ഇനി ചെയ്യാൻ പോകുന്ന സംഭവങ്ങൾ എന്താണെന്ന് പോലും ഒരു പിടുത്തം കിട്ടുന്നില്ല. സുരാജൊക്കെ അതിന് ശേഷം ചെയ്യുന്ന ക്യാരക്ടറുകൾ എന്തൊക്കെയാണ്, എന്ത് രസമുള്ള ക്യാരക്ടേഴ്സാണ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അവരിനിയും വലിയ വിപ്ലവങ്ങൾ നടത്തുമെന്ന് ഉറപ്പുള്ള ആളുകളാണ്. അവർ ബീച്ചിനെ സംബന്ധിച്ചുണ്ടല്ലോ, നമ്മളൊരു പടം കഴിഞ്ഞു, അത് കഴിഞ്ഞിപ്പം അയ്യപ്പനും കോച്ചിയും വരുന്നു, വളരെ ഡിഫറെൻ്റായിട്ട് വേറെ പെർഫോമൻസാണ്. ഇവരുടെ ഒന്നും റേഞ്ച് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നില്ല എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. കുറേ കൂടി സാധ്യതകൾ ഉപയോഗിക്കപ്പെടണം. ആ ഉപയോഗിക്കപ്പെടുന്ന രീതിയിൽ നമുക്ക് ആക്സസിലുള്ള ആളുകളാണ് ഇവരൊക്കെ. അവർക്ക് നല്ല കഥാപാത്രങ്ങൾ ഇനി വന്നുകൊണ്ടേയിരിക്കും. അവർക്ക് വേണ്ടിയിട്ട് എഴുത്തുകാരും ഡയറക്ടേഴ്സും നല്ല ക്യാരക്ടേഴ്സ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. പിന്നെ മലയാളത്തിനെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും സന്തോഷകരമായൊരു വസ്തുത എന്താണ്, എങ്ങനെ വ്യത്യസ്തമായൊരു സിനിമ ഉണ്ടാക്കാം എന്നുള്ളൊരു ആലോചനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഒരു സിനിമ ഉണ്ടാക്കുക എന്നുള്ളതല്ല, എങ്ങനെ എൻ്റെ സിനിമ വ്യത്യസ്തമാവാം. ഈ ഒരു ആലോചനയാണ് ഇപ്പോൾ എറണാകുളം പോലത്തെ ഒരു നഗരത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നഗരത്തിലെ ഫ്ലാറ്റുകളിൽ കുട്ടികൾ, ഇപ്പോൾ ചെറിയ കുട്ടികളായിരിക്കും, അവരിരുന്നിട്ട് 10-23 വയസ്സുള്ള 24 വയസ്സ് മുതൽ അങ്ങോട്ടുള്ള കുട്ടികളിരുന്നിട്ട് അവരാലോചിക്കുകയാണ് എങ്ങനെയാണ് എൻ്റെ സിനിമ ഉണ്ടാവേണ്ടത്, വ്യത്യസ്തമായിട്ട് എൻ്റെ സിനിമ എങ്ങനെ ഉണ്ടാക്കാം എന്ന രൂപത്തിൽ. ആ ആലോചനയാണ് സിനിമയുടെ പവർ. നമ്മളും ആലോചിക്കുന്നത് എന്താണ്, എങ്ങനെ മറ്റൊരാൾക്ക് വേറെ കഥാപാത്രം കൊടുക്കാം, എന്തുകൊണ്ട് ബീച്ചേട്ടനെ നമ്മളൊരു വാർക്കപ്പണിക്കാരനാക്കണമെന്ന് ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ്, പുള്ളി ചെയ്തതെന്ന് മാറി ലൈഫുള്ള ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്ന അത്രയും പൊട്ടൻഷ്യലുള്ള ഒരു ആർട്ടിസ്റ്റാണ്. എന്തിനും നമ്മൾ മറ്റൊരാളെ മാറ്റി ആലോചിക്കണം. എനിക്ക് ആ ക്യാരക്ടർ എഴുതി വന്നപ്പം ബീച്ചേട്ടനാണ് എൻ്റെ ആളെ വെച്ച് എഴുതിയതല്ലാതെ. പക്ഷേ ആ ക്യാരക്ടർ ആദ്യമേ തന്നെ ബീച്ചേട്ടൻ ചെയ്യേണ്ട ക്യാരക്ടറാണെന്ന് നിശ്ചയിച്ചാണ് പോവുകയും ആ ബീച്ചേട്ടനാണ് പുള്ളിക്ക് മനസ്സിലാവുകയും. അത് മാത്രമല്ല, ഒരു മനുഷ്യന് എത്രമാത്രം ഒരു പടത്തിൽ സ്ട്രെയിൻ എടുക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു ആ പടം. ആ പടത്തിൽ വെയിലെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അസഹനീയമായ വെയിൽ, മേല് പൂത്ത് കയറുന്ന വെയിലത്തു നിന്നാണ് പണിയെടുക്കുന്നത്. എത്ര സമയം അങ്ങനെ 1 മണിക്കൂർ നിൽക്കുക, 2 മണിക്കൂർ, അത് അങ്ങനെയല്ല, ഒരു ത്രൂ ഔട്ട് ഡേ ആ സൂര്യൻ അസ്തമിക്കുന്നവർ അതിൻ്റെ മുകളിൽ നിൽക്കുക, വെള്ളത്തിൽ, ചുമട്, ഏതെല്ലാം രൂപത്തിൽ ആ പടം കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഈ ലോഡ്, അത് ആ ചാക്കിലെല്ലാം ലോഡാണ്. കാരണം വെച്ചാൽ ലോഡില്ലെങ്കിൽ ശരിയാവില്ല എന്നുകൊണ്ട് എല്ലാത്തിലും നമ്മൾ ലോഡ് ഫിറ്റ് ചെയ്തേക്കുകയാണ്. ഈ ലോഡും കൊണ്ടാണ് ഇവർ നടന്നു പോകാനായിട്ട്.
അപ്പോൾ അവർക്ക് വേണമെങ്കിൽ പറയാം ഞങ്ങൾ അഭിനയിക്കില്ല, ഞങ്ങൾ എന്തിനാ ലോഡ് നോക്കണമെന്ന് ചോദിക്കും. പക്ഷേ അതല്ല, അവർക്കും ആവശ്യമായിരുന്നു ലോഡ് വേണമെന്ന്. അവരാണ് ഡിമാൻഡ് ചെയ്തത്, ലോഡ് വെച്ചോളാൻ പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് കുപ്പിക്കകത്ത് കല്ലൊക്കെ വെച്ച ചാക്കാണ് അവർ ചുമന്നിട്ടുള്ളത്, അല്ലാണ്ട് അവർ ഫ്രീ ചാക്കല്ല ചുമന്നിട്ടുള്ളത്. വെള്ളത്തിൽ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നല്ല കാല് തെറ്റിയാൽ തെറിച്ച് പോകാൻ സാധ്യതയുള്ള വെള്ളത്തിൽ ഒരു ദിവസം 2 ദിവസം 5 ദിവസമായിട്ടാണ് വെള്ളത്തിൽ കിടന്നിട്ടുള്ളത് ഇവർ. അപ്പോൾ ഇവരോട് പിന്നെ നമ്മൾ അതൊരു രസത്തിൽ ഞങ്ങൾ ചെയ്തു പോയി. അപ്പോൾ അവർ എൻജോയ് ചെയ്തിട്ടുണ്ട്, നമ്മളും എൻജോയ് ചെയ്തിട്ടുണ്ട്. അവരുടെ ക്യാരക്ടർ നന്നായെങ്കിൽ അതിൽ അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അവരുടെ അധ്വാനം അതിൻ്റെ പുറകിലുണ്ട്. സന്തോഷമാണ് അവരിപ്പോൾ നമുക്കൊരു കാണുമ്പോഴത്തേക്കും വിജനം കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നമ്മൾ വെള്ളത്തിയിട്ട് എന്ന് പറയുമ്പോഴും ഞങ്ങളെല്ലാം സന്തോഷിക്കുകയാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ വിശ്വസിക്കുക പോലത്തെ ഒരു സിനിമയുടെ സമയത്ത് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്ത് പടാം. എൻജോയ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കേശുവിന് അത്രയും അത്രയും വർക്ക് ലോഡ് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ മറ്റേതിൽ അങ്ങനെയല്ല, ഒരു സീൻ പോലും കോംപ്ലക്സ് അല്ലാത്ത ഒരു സീൻ പോലും ഇല്ല. എല്ലാ സീനുകളും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സീനുകളാണ്. ആർട്ടിസ്റ്റിന് സ്ട്രെയിനുള്ള, ഡയറക്ടേഴ്സിന് സ്ട്രെയിനുള്ള, വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും സ്ട്രെയിനുള്ള സീനുകളായിരുന്നു. പക്ഷെ അത് അവരെല്ലാവരും എൻജോയ് ചെയ്തു. അതുകൊണ്ട് പടം നന്നായിട്ട് വന്നു. നമ്മൾ വിചാരിച്ച പോലുള്ള പടമൊക്കെ കിട്ടി. പറഞ്ഞാൽ സഹകരിക്കും അവർക്ക് വർത്തായിരിക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റാണെങ്കിൽ അവർ സഹകരിക്കുന്നു. അല്ല, അതാണല്ലോ ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്. എനിക്കിതാണ് ചെയ്യേണ്ടത്, ഞാനിത് ഇത്രയും ഫുള്ളായിട്ട് 100% അതിൽ കൊടുക്കുന്നുള്ളതാണ്. അതാണ് അത് ഉണ്ടെങ്കിൽ 2000-ന്റെ തുടക്കത്തിൽ സത്യം പറഞ്ഞാൽ മലയാള സിനിമയുടെ ക്വാളിറ്റി കൈമോശം വന്നിരിക്കുകയാണ്. എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റിന് ഒരു പവറില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ സ്ക്രിപ്റ്റ് നല്ലതായിരിക്കാം, അല്ലെങ്കിൽ റെൻഡർ ചെയ്ത് വന്നപ്പോൾ ചേട്ടനീ പറഞ്ഞ പോലെ റെൻഡർ ചെയ്ത് അതിലൊരു സ്ട്രെങ്ത് ഇല്ലായ്മ കൊണ്ടായിരിക്കാം മൊത്തത്തിലൊരു ഡൗൺ ആയി പോയൊരു ടൈം ഉണ്ടായിരുന്നു. ആ സമയത്ത് ചേട്ടനെ പോലുള്ള ഒരു ആൾക്കാർ റിയലിസ്റ്റിക് മൂവീസ് കുറച്ചും കൂടി നല്ല സ്ക്രിപ്റ്റിന് പവർ കൊടുത്തിട്ട് അങ്ങനെ വന്ന ഒരു ടൈം ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ ഈ നിലയ്ക്ക് എത്തി നിൽക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും കുത്തനെ പോയൊരു ഡൗൺ ആയിട്ട് പോയൊരു ടൈം ഉണ്ടായിരുന്നു ശരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളുടെ സിനിമ, മലയാള സിനിമ എന്നുള്ളത് നമ്മൾ അവസ്ഥ എടുത്ത് ആലോചിച്ച് കഴിഞ്ഞാൽ മുമ്പൊക്കെ ഒരു നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കുന്ന സമയത്ത് മലയാളത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇല്ലാത്തൊരു കാലമില്ല. മലയാളം, ബംഗാളി ഫിലിംസാണ്. തമിഴൊന്നും ആ സമയത്ത് പ്രസൻസിലില്ല. അവരൊക്കെ മറ്റു തരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സിനിമകൾ ആലോചിച്ച് നോക്കുക, കുറച്ച് പഴയ പടങ്ങൾ ആലോചിച്ച്, ഇപ്പോൾ കരിവൂരിൻ്റെ ജീവിതങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ ഏണിപ്പടികൾ, എത്രയോ സിനിമകൾ ഉണ്ടാക്കിയിട്ടുള്ളത് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. സ്ട്രോങ് ആയിട്ടുള്ള കണ്ടൻറ്റിൻ്റെ പുറത്ത് സ്ട്രോങ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിനെ വെച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ചെയ്തിട്ടുള്ള പടങ്ങളാണ്. അവരാണ് ശരിക്കും ഇതിൻ്റെ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്തത്. അവർ സെറ്റ് ചെയ്ത ഫൗണ്ടേഷൻ്റെ പുറത്താണ് നമ്മൾ വർക്ക് ചെയ്തത്. പിന്നെ സിനിമയെ സംബന്ധിച്ച് എന്താണ്? സിനിമ ഒരു കൊമേഴ്സ്യൽ പ്രൊഡക്റ്റാണ്. സിനിമയിലൂടെ ഈ പറഞ്ഞ പോലെ വലിയൊരു മാറ്റം, സാമൂഹ്യ മാറ്റം സാധ്യമാവുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഞാൻ അതിൽ പൂർണ്ണമായിട്ടും സാമൂഹ്യ മാറ്റത്തിന് സാധ്യമായ ഒരു ഉപകരണമാണോ സിനിമ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ട് അങ്ങനെ വിശ്വസിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മുമ്പ് നാഷണൽ അവാർഡ് കിട്ടിയ പടമാണ് MD സാറിൻ്റെ നിർമാല്യം പോലൊരു പടത്തിൻ്റെ സബ്ജക്റ്റ് എത്ര സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. ഒരു വെളിച്ചപ്പാടിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പി ജാനിനെ പോലത്തെ ഒരു മഹാനായ നടന് നാഷണൽ ലെവലിൽ ഒരു അംഗീകാരം വാങ്ങിച്ചു കൊടുത്ത പടമാണ് നിർമാല്യം. ആ നിർമാല്യം ഷൂട്ട് ചെയ്തിട്ട് ഇപ്പോൾ 28-30 വർഷത്തിനടുത്ത് ആവുന്നുണ്ട്. ഈ നിർമാല്യം ഇന്ന് നിർമാല്യം പോലൊരു പടം ചെയ്യാൻ പറ്റും. ഇന്ന് നിർമാല്യം പോലൊരു പടം നമുക്ക് ധൈര്യമായിട്ട് ചെയ്തിട്ട് സെൻസർ ബോർഡിൽ നിന്ന് ഇതിൻ്റെ അപ്രൂവൽ വാങ്ങിച്ച് പുറത്ത് കൊണ്ടുവരാൻ പറ്റും നമുക്ക് ഉറപ്പുണ്ടോ? നമ്മളെവിടെയാണ് ജീവിക്കുന്നത്? പിന്നെ എങ്ങോട്ടാണ് നമ്മൾ വളർന്നെന്ന് പറയുന്നത്? പോട്ടെ, അന്നുണ്ടാക്കിയ 30 വർഷം മുമ്പ് ഉണ്ടാക്കിയ നിർമാല്യം ഇന്ന് ഒരു തുറസായ സ്ഥലത്ത് ഒരു മെയിൻ റോഡിൽ സ്ക്രീൻ ചെയ്യാൻ പറ്റും. ആ സ്ക്രീൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം നമ്മൾ സാമൂഹികമായിട്ട് വളർന്നു. നമ്മൾ പിന്നെ എങ്ങോട്ടാണ് പോയത്? നിർമാല്യം പോലും സിനിമ നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഉണ്ടാക്കിയ സിനിമ നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പം പിന്നെ സാമൂഹികമായിട്ട് നമ്മൾ എങ്ങോട്ട് വളർന്നു? സിനിമ സാമൂഹികമായിട്ട് മാറ്റത്തിന് കാരണമാണെന്ന് പറയാൻ പറ്റും. ജാതി എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമായിട്ട് സമൂഹത്തിൽ മാറുകയാണ്. എല്ലാ അർത്ഥത്തിലും ജാതി കൊണ്ട് വേർതിരിക്കാൻ മാത്രം കഴിയുന്ന ഒരു ഗ്രൂപ്പ് വളർന്നു വരുന്നു. അസഹിഷ്ണുതമായ ഒരു അന്തരീക്ഷം ഉണ്ടായി വരുന്നു. അപ്പോൾ ഈ സ്ഥലത്ത് സിനിമയ്ക്ക് എന്താ ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. നമ്മളൊരു ചലച്ചിത്ര പ്രവർത്തകന് സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ, സിനിമ ഉണ്ടായത് ഒരു കമ്പോളത്തിൻ്റെ സാധ്യത ഉപയോഗിച്ച് വളരാനുള്ളൊരു മീഡിയമായിട്ടാണ് സിനിമ ഉണ്ടാകുന്നത്. ലാസ്റ്റ് സെഞ്ച്വറിയുടെ ഒരു പ്രൊഡക്റ്റായിട്ടാണ് സിനിമ ഉണ്ടാകുന്നത്. ഈ സിനിമകളിൽ ഉപയോഗിക്കപ്പെടേണ്ട എല്ലാം ഉണ്ട് സിനിമയ്ക്കകത്ത്. ശാസ്ത്രവും കലയും എല്ലാം ഉള്ളവരാണ്, മിക്സാണ്, ബ്ലെൻഡ് ഓഫ് ഓൾ ആർട്ടാണ്. പക്ഷേ ഇതിൻ്റെ കച്ചവടം മാത്രം ഉപയോഗിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അത് വളർന്നുപോയി. ആ വളർന്ന സാധ്യതയാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ തരത്തിലും. സിനിമ ചെയ്യുന്നതിനെല്ലാം തിയേറ്ററിലെ ഓഡിയൻസ് എങ്ങനെ സ്വീകരിക്കും, ആ ഓഡിയൻസിനെ എങ്ങനെ സ്വീകരിക്കപ്പെടണം,
എങ്ങനെയാണ് അവരിലേക്ക് ഈ പടം എത്തിക്കേണ്ടതെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ മൂലധനം എന്ന് പറയുന്ന വലിയൊരു ഘടകമുണ്ട്. ഒരു പെർഫോമർ, ഒരു ആർട്ടിസ്റ്റിന്, ഒരു പെയിൻറ്റർക്ക്, അല്ലെങ്കിൽ ഒരു ഡാൻസർക്ക്, ഒരു സിംഗർക്ക് അവരുടെ പെർഫോമൻസിന് അവർക്ക് മാത്രം ആസ്വദിക്കാൻ, മറ്റുള്ളവരെ ആസ്വദിപ്പിക്കാൻ. ഒരു എക്സ്പെൻസീവ് ബിസിനസ് അല്ല സിനിമ. അങ്ങനെയല്ല സിനിമ. ഇറ്റ്സ് എൻ എക്സ്പെൻസീവ് ബിസിനസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ക്യാപിറ്റൽ, മൂലധനം എന്ന് പറയുന്ന ഒരു വിഷയം വരുന്നു. മൂലധനം എന്ന് പറയുന്നത് കമ്പോളത്തിൻ്റെ ടെർമിനോളജിയാണ്. ആ കമ്പോളത്തിൻ്റെ ടെർമിനോളജി ആയതുകൊണ്ട് തന്നെ സിനിമ ഒരു കമ്പോളത്തിൻ്റെ ഉൽപ്പന്നമാണ്. സിനിമ വ്യവസായമാണ്. സിനിമ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്, കൾച്ചറൽ ആയിട്ടല്ല. ഇതിൻ്റെ ഇടയിലൂടെയാണ് ഇത് സംഭവിക്കേണ്ടത്. ഇത് രണ്ടും പക്ഷേ ഇത് എങ്ങനെ രണ്ടും ചേർത്തി ഒഴുക്കാൻ പറ്റും, ചേർന്നെങ്ങനെ ഒഴുകും എന്നുള്ള പരീക്ഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ എക്സ്പെരിമെൻറ്റിലെ പാർട്ടിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. അല്ലാണ്ട് ഇതുകൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് ഒരു വെടിയുണ്ടുകൊണ്ട് സാമൂഹ്യ മാറ്റം സാധ്യമാകുന്നുള്ള വിശ്വാസം എനിക്കില്ല. അതില്ല. പക്ഷെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ജനറേഷനിലുള്ളവർ മോശമായിട്ടത് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം നല്ലത് നടക്കുന്നത് ഇപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞ പോലെ മൂവിയുടെ കാര്യമാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും അതിൻ്റെ കണ്ടിട്ട് നല്ലത് പെട്ടെന്ന് എടുക്കത്തില്ല. പക്ഷെ മോശമായിട്ട് കാണുന്നവർക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് സൊസൈറ്റി. അത് നമുക്കൊരു ഗുണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഗുണവും നമുക്ക് ഒരേ സമയത്ത് ഗുണവും ദോഷമായി സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 2000-ന് ശേഷം സംഭവിച്ചതിൽ സിനിമ കൂടുതൽ കൊമേഴ്സ്യലുകൾക്കിരിക്കും. ഇപ്പോൾ കട്ടൗട്ടറുകളെ കളിയാക്കിയതിന് ശേഷം നമ്മൾ കട്ടൗട്ടർ വെച്ച് തുടങ്ങും. ഇപ്പോൾ തമിഴിൽ കട്ടൗട്ടർ വയ്ക്കുകയും അവിടെ പാലൊഴിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ പരിഹസിക്കുകയും പിന്നീട് നമ്മളത് ചെയ്യുകയും ചെയ്യുക. ഇതാണ് ആ ഒരു കാലത്ത് സിനിമ എങ്ങോട്ട് ഓരോ കാലത്തും സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഷിഫ്റ്റിംഗ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുറേ മാറ്റങ്ങളുണ്ടായി. ആ സമയത്ത് വ്യത്യസ്തമായ സിനിമകളുണ്ട്. ഇപ്പോൾ നമ്മുടെ സിനിമകൾ പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് പഴയതിലേക്ക് പോകണ്ട. ഇപ്പോൾ വരവേൽപ്പ്, മിഥുനം പോലുള്ള സിനിമകൾ എന്താണ് ഭയങ്കര റിയലിസ്റ്റിക് അല്ലേ. സൽമാൻ സുഹൃത്ത് ഈ റിയലിസ്റ്റിക് എന്നുള്ള പ്രയോഗം തന്നെ ഞാൻ അതിനെതിരാണ്. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിനിമയ്ക്കകത്ത് റിയലിസം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം സിനിമയ്ക്ക് സമയവും കാലവും ഇല്ലാത്തതിന് എന്ത് റിയലിസമാണ്. സിനിമ റിയലിസം ഉണ്ടാകുന്നത് സമയത്തെയും കാലത്തെയും പ്രതിനിധീകരിക്കുമ്പോഴാണ്. സിനിമയ്ക്ക് അത് സാധ്യമല്ല. അപ്പം പിന്നെ അത് റിയലിസം സാധ്യമല്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് അത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു, നമ്മൾ സംസാരത്തിൻ്റെ ഫ്ലോ കട്ടായി എന്ന് പറയുന്ന പോലെ. അപ്പോൾ അതില്ലാതെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ സിനിമ മുൻപോട്ട് പോകുന്ന യാത്രയിൽ പുതിയ ഫ്ലേവറിലേക്ക് സിനിമയെ കൊണ്ടുവരാനായിട്ടുള്ള, ഞാൻ പറഞ്ഞില്ല ആദ്യം പറഞ്ഞ പോലെ ഒരു വലിയ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. അത് നമ്മൾ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുക. അത് രസമാണ്. കാരണം ഈ എൻ്റർടൈൻമെൻറ്റ് ബിസിനസ്സിൻ്റെ സാധ്യതയിൽ നിന്നുകൊണ്ട് തന്നെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നല്ല എങ്ങനെ നമുക്ക് സമൂഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ പറയാൻ പറ്റും. ഇത് നടക്കുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ ചില കഥാപാത്രം പറയുന്നതായിരിക്കും, പക്ഷേ ഇത് ആളുകളിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു അപകടമുള്ളത്, ഞാൻ കാണുന്നൊരു അപകടമുള്ളത് സൂപ്പർഫിഷ്യലാണ് അത്തരം പൊളിറ്റിക്സ്. പലപ്പോഴും അത്തരം പൊളിറ്റിക്സിന് സൂപ്പർഫിഷ്യൽ സ്വഭാവമാണ്. അത് തൊലിപ്പുറമെ മാത്രമാണ് എൻ്റെ ചികിത്സ നടക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ അതേ സമയം ഇപ്പോൾ നിർമ്മാല്യം പോലത്തെ ഒരു സിനിമ പറഞ്ഞ രാഷ്ട്രീയം, അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള മറ്റു സിനിമകൾ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. ഇപ്പം നമ്മൾ ചികിത്സ നടത്തുന്നത് തൊലിപ്പുറമേ ആയിരിക്കും ഒരു പക്ഷേ. കാരണം വെച്ചാൽ നമുക്കിപ്പോൾ എന്താണ് നമ്മൾ പറയുന്ന വംശീയതയായാലും ശരി, സ്ത്രീവിരുദ്ധതയായാലും ശരി, ഇത്തരം കാര്യങ്ങളെ അതിനെ ആഘോഷിക്കപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പ്രൊഡക്റ്റിലേക്ക് എത്തുന്ന അവസ്ഥ ഉണ്ടാവരുത്. അതായത് കൈയടിക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് വേണ്ടിയിട്ടാണല്ലോ എപ്പോഴും ഓരോന്ന് ചെയ്തു പോകുന്നത്. കൈയടിക്കാൻ സാധ്യതയുണ്ട്, ഇവിടെ കൈയടിക്കുക എന്ന് പറയുന്ന ആ സാധ്യതയുണ്ട്. ആ സാധ്യതയ്ക്ക് വേണ്ടി മാത്രമായി കഴിഞ്ഞാൽ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഗുണത്തിലേക്ക് എത്തില്ല. ഇപ്പോൾ നമ്മളീ പറയുന്ന സോക്കോൾഡ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറഞ്ഞ പ്രയോഗം ഞാൻ തീർത്തും വിയോജിക്കുന്ന, എനിക്ക് വ്യത്യസ്തമായ നിലപാടുള്ളതാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. ഇപ്പോൾ എന്താണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യനാണ്. എവിടെയാണ് നമ്മൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഫിക്സ് ചെയ്യപ്പെടുന്നത്? ആരാണിത് ഫിക്സ് ചെയ്യുന്നത്? ഒരു കഥാപാത്രം നമുക്ക് നന്മ നിറഞ്ഞവരെ മാത്രം വെച്ചൊരു സിനിമ ചെയ്യാൻ പറ്റുമോ? ഒരു സൊസൈറ്റിക്കകത്ത്, അല്ലെങ്കിൽ ഒരു സ്ത്രീ തന്നെ എടുക്കും. ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് ദൈവങ്ങളുടെ പടം മാത്രം ചെയ്യേണ്ടി വരും. ദൈവങ്ങളിൽ പോയി ചെയ്യുമ്പോൾ പോലും നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ നന്മ ഫിക്സ് ചെയ്യുക എന്നുള്ള വിഷയം. അപ്പോൾ ഒരു കഥാപാത്രങ്ങൾ അതിൻ്റെ വഴിക്ക് വിടുക. അല്ലെങ്കിൽ നമ്മൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന് വേണ്ടിയിട്ട് ഒരു സീൻ എഴുതുമ്പോൾ അതിൻ്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ എവിടെ എത്തും? അത് ഫോഴ്സ്ഡായിട്ട് നമ്മുടെ പുറത്തേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. അത്ര അടിച്ചേൽപ്പിക്കൊക്കെ നിന്ന് കൊടുക്കാൻ നമുക്ക് കഴിയേയില്ല. അതിൻ്റെ ആവശ്യമില്ല. കഥാപാത്രങ്ങൾ വിടുക. കഥാപാത്രങ്ങളായിട്ടും സമൂഹത്തിൽ ഒരു 50 ആളെടുത്താൽ 50 വ്യത്യസ്തമായ മാനസിക വ്യാപാരമുള്ളവരാണ്, വ്യത്യസ്തമായ മാനസിക അവസ്ഥ ഉള്ളവരാണ്. അങ്ങനെയല്ലേ നമുക്ക് അതിൻ്റെ ക്രോസ് സെക്ഷനാണല്ലോ സിനിമയിൽ പ്രസൻറ്റ് ചെയ്യപ്പെടുന്നത്.
അപ്പോൾ അതിൽ നന്മയുള്ളവർ മാത്രം വരില്ല, അതിൽ തിന്മയുള്ളവരും വരും. അവിടെ അത് നമ്മൾ ജഡ്ജ് ചെയ്യും. അവിടെ എവിടെയാണ് നമ്മളെ ജഡ്ജ് ചെയ്യപ്പെടുന്നത്? നമ്മളൊരു സോഷ്യൽ ഒബ്ജക്റ്റ് എന്നുള്ള നിലയിൽ, ഒരു സമൂഹ ജീവി എന്നുള്ള നിലയിൽ, സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ബേസിക്കലി ഞാൻ ആരാണെന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ഞാനൊരു ഫാമിലി മാനാണ്, ഞാനൊരു ഗവൺമെൻറ് എംപ്ലോയിയാണ്, ഞാനൊരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള അച്ഛനാണ്. പല തരത്തിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ട്. ഈ റെസ്പോൺസിബിലിറ്റി ഞാൻ കാണിക്കണ്ടേ? ഈ റെസ്പോൺസിബിലിറ്റി ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഉണ്ടാവണ്ടേ? ഈ പ്രവൃത്തി സ്വാഭാവികമായിട്ടും എൻ്റെ പ്രവൃത്തി സിനിമയാണെങ്കിൽ, ഞാൻ ചെയ്യുന്ന സിനിമയിലാണെങ്കിൽ ഈ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. അതൊരാളെ എൻ്റെ പുറത്ത് അടിച്ചേൽപ്പിക്കേണ്ടതല്ല. സമൂഹജീവി എന്നുള്ളതിലേക്ക് ഞാൻ വളരേണ്ട ആവശ്യമാണത്. വളർന്ന് ആ രീതിയിലേക്ക് പ്ലേസ് ചെയ്യപ്പെടേണ്ടത് ഞാനെടുക്കേണ്ട തീരുമാനമാണ്. ആ റെസ്പോൺസിബിലിറ്റി ഉള്ളവരാണ് ഈ പണിക്ക് ഇറങ്ങുന്നത്. അപ്പം എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. എനിക്കിപ്പോൾ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് എനിക്കൊരു സാമൂഹിക വിമർശനം സാധ്യമല്ല. കാരണം ഞാൻ ഗവൺമെൻറ് എംപ്ലോയി. അപ്പോൾ ഞാൻ ആ നിയന്ത്രണത്തിൽ ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുമ്പോൾ യൂണിഫോം ഇടുന്നു എന്ന് പറയുന്നത് അത്രയും സിമ്പിളാണ് കാര്യങ്ങൾ. അപ്പോൾ ചില നിയമങ്ങൾ, ചില കാര്യങ്ങൾ ഒബേ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ ആ ബാധ്യത നമുക്കുണ്ടെന്നുള്ളതുകൊണ്ട് നമ്മൾ എഴുതുന്ന ഓരോ വാക്കിലും ഈ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവും. അത് പ്രഷർ ചെയ്യാൻ നിൽക്കരുത്. അത് സ്വാഭാവികമായ സംശയം. അല്ലാണ്ട് എല്ലാവരെയും നമ്മളിപ്പോൾ നന്മയുള്ളവർ മാത്രമായിട്ട് ചിത്രീകരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ വലിയ സങ്കീർണ അവസ്ഥ. നല്ല സാമൂഹ്യ ബോധമുള്ള ആളുകൾ, ഇപ്പോൾ ചെറുപ്പക്കാർ, നമുക്ക് എന്താണ് നമ്മളിതിനകത്ത് എനർജി കാണുന്ന വിഷയം എന്താണ്, എവിടെയാണ് നമ്മളിതിൻ്റെ പവർ കാണുന്നത് എന്താണ്? പുതിയ ചെറുപ്പക്കാർ സാമൂഹ്യ ബോധമുള്ളവരായി മാറുന്നു. അവരൊരു സിനിമയിൽ മാത്രമല്ല, സിനിമയ്ക്ക് പുറത്ത് വിഷയങ്ങളോട് അവർ പ്രതികരിക്കുന്നു. ഒരു ദേശീയ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ ഇടപെടേണ്ട സ്ഥലത്ത് അവരുടെ പ്രസൻസ് അവർ കൊടുക്കുന്നു, അവരുടെ പ്രതിഷേധത്തിൻ്റെ രൂപത്തിലെത്തുന്നു. അത്തരം മറ്റുള്ളവരുടെ മാനസിക അവസ്ഥകൾ, മറ്റുള്ളവരുടെ ജീവിതാവസ്ഥകൾ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ ഞങ്ങളുടേത് കൂടിയാണെന്ന് തിരിച്ചറിയപ്പെടുന്നവരാണ് സിനിമാക്കാർ. ഇവർ വേറെ ലോകത്തുനിന്ന് പൊട്ടി വന്നവരല്ല, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഈ പരിസരത്ത് ജീവിച്ചു വരുന്നവരാണല്ലോ. അപ്പോൾ അത്തരം പ്രതിഷേധങ്ങളിൽ, അത്തരം പ്രതികരണങ്ങളിൽ ഞങ്ങളും കൂടി ഭാഗമാണെന്ന് ചിന്തിക്കുന്ന സാമൂഹിക ബോധമുള്ളൊരു ചെറുപ്പക്കാരൻ സിനിമ എഴുതിയാൽ ആ സിനിമയ്ക്കകത്ത് ഇതുണ്ടാവും. ആ സാമൂഹ്യബോധം കുട്ടികളിലോ അല്ലെങ്കിൽ പുതിയ ജനറേഷനിൽ വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പോസിറ്റീവ് ഫാക്ടർ. അതുകൊണ്ടാണ് നല്ല സിനിമ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അവർക്ക് സോഷ്യൽ വിഷയങ്ങൾ പറയാൻ പറ്റുന്നത്. അവർ പറയുന്ന വിഷയങ്ങളിൽ ജനാധിപത്യ സ്വഭാവം ഉണ്ടാകുന്നത്, അവർ സ്ത്രീകളെ അവമാനിക്കാത്തത്, അവർ വംശീയമായി അധിക്ഷേപിക്കാത്തത്, ഇതെല്ലാം ചെയ്യാത്തത് അതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഇപ്പം വളരെ പരിഹസിച്ച് പലപ്പോഴും പല ആളുകളും പറയും ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞ് സംസാരിക്കും. നിങ്ങൾ ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് പ്രളയം വന്നപ്പം ഈ കുട്ടികൾ ഇറങ്ങി നിന്ന് വർക്ക് ചെയ്യുന്നത് ഗവൺമെൻറ് സർവീസ് എന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരില്ലായിരുന്നെങ്കിൽ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന സാധനം പ്രളയത്തിൻ്റെ ആദ്യ പ്രളയത്തിൽ തകർന്നു പോയാണ്. അവരാണ് അതിനെ പിടിച്ചു നിർത്തിയത്. അവർ പിടിച്ചു നിർത്തിയതിന് ശേഷം അപ്പോൾ അവരുടെ സാമൂഹ്യ ബോധത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആർക്കാണ് അധികാരം എന്നൊരു ക്വസ്റ്റ്യനാണ്. ആ സാമൂഹ്യ ബോധം ഉള്ളവൻ ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലും അവർ റോഡ് കോൺട്രാക്ട് എടുത്താലും അതിൽ ആ സാമൂഹ്യ ബോധം പ്രകടമായിരിക്കും. അവർ മറ്റൊരു പ്രവൃത്തി ചെയ്താലും ആ സാമൂഹിക ബോധം. പിന്നെ എന്തുകൊണ്ട് സിനിമയ്ക്കകത്ത് ഉണ്ടായിക്കൂടാ? സിനിമയ്ക്കകത്തും ഉണ്ടാവും ആ സാമൂഹിക ബോധം. ആ സാമൂഹിക ബോധത്തിൻ്റെ പ്രസൻസാണ് ഇപ്പോൾ കാണുന്ന നമ്മളീ പറയുന്ന നല്ല സിനിമ. ഈ വിഷു ശരിക്കും ചേട്ടന് സ്പെഷ്യലാണ്. ഒന്ന് കേശുവിൻ്റെ ഇത്, പക്ഷേ ഇതിന് മുമ്പത്തെ എന്ന് പറഞ്ഞത് ഈ ഒരു സക്സസ് ഇതിൽ ഹൈപ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല ചേട്ടൻ. അപ്പോൾ രണ്ട് വിഷുവും തമ്മിലുള്ള ഒരു ഡിഫറൻസ് പറയാൻ പറ്റുമോ? ലൈക്ക് ഇതിന് മുമ്പ് വിഷു ഇല്ല, നമുക്കിതൊക്കെ വളരെ, ഞാൻ ഇത്തരം വലിയ ആഘോഷങ്ങളിൽ വലിയ അതിഭീകരമായിട്ട് വിശ്വസിക്കാത്ത ഒരാളാണ്. കാരണം കൊണ്ടല്ല, രസമാണ്. നമ്മളിപ്പോൾ ഓരോ ദിവസവും നമ്മൾ എൻജോയ് ചെയ്തു. ചില ദിവസം ഇപ്പോൾ വിഷു കഴിവതും നമ്മൾ കുടുംബമൊക്കെ ആയിട്ട് ഒത്തുവരുന്ന സ്ഥലമാണെങ്കിൽ സന്തോഷം, അങ്ങനെയൊക്കെ പോകാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത്. എനിക്ക് കുറച്ച് ഹോം സിക്നെസ് ഉള്ള കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. കഴിവതും വീട്ടിലേക്ക് ഇങ്ങനെ സെൻറ്റർ ചെയ്യപ്പെടുന്ന ഒരാളാണ്. അപ്പം പ്രത്യേകിച്ചൊരു പ്രത്യേകത എനിക്ക് വിഷുവിലോ സിനിമയിലോ തോന്നിയിട്ടില്ല. അതെന്നാ വെച്ചാൽ നമ്മൾ ഇല്ല, അങ്ങനെയല്ല. ഞാൻ ഒരു 10-75 ഡോക്യുമെൻ്ററി ചെയ്തിട്ടുള്ളതാണ്. അന്നും നമ്മൾ ഈ പണിയൊക്കെ ചെയ്ത് പോവുകയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഈ അവാർഡ് ഇപ്പം നമ്മൾ വെറുതെ ഭംഗിവാക്ക് പറയല്ല, അത്തരം ഒരു അവാർഡിൻ്റെ ബാധ്യതയായിട്ട് നടന്നാൽ നമ്മുടെ പണി നടക്കില്ല. എനിക്ക് സ്വതന്ത്രമായിട്ട് ഞാൻ എൻ്റെ വഴിക്ക് പോകുന്ന വഴിക്ക് എൻ്റെ സൗഹൃദങ്ങൾക്കൊന്നും കേടുവരാതെ ഒരു 19 വർഷത്തോളം പത്രപ്രവർത്തനം നടത്തിയതാണ്. അപ്പോൾ പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് എൻ്റെ സൗഹൃദങ്ങളുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എൻ്റെ സൗഹൃദങ്ങളുണ്ട്. കൂട്ടത്തിൽ സിനിമയ്ക്ക് അതും സൗഹൃദമുണ്ട്. സിനിമ എന്നുള്ളതുകൊണ്ട്, സിനിമ ആണെന്നുള്ളതുകൊണ്ട് നമ്മളൊരു
ഞാനിപ്പോഴും എനിക്കൊരു സമ്പൂർണ്ണ സിനിമയുടെ സ്വഭാവത്തിലൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടുമില്ല. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുമില്ല. കാരണം ഞാൻ ഇടയ്ക്ക് ഗവൺമെൻറ് സർവൻ്റാണ്. അപ്പോൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ സിനിമ മുഴുവൻ അവിടെ തീരുമല്ലോ. അവിടെ ചിലപ്പോൾ വേറൊരു രൂപത്തിലാണല്ലോ. എനിക്ക് സബോർഡിനേറ്റ്സ് ഒരുപാട് ആളുകളെ കാണുന്ന ഒരു സ്ഥലത്തേക്ക് എത്തും. മറ്റ് സൗഹൃദങ്ങളിലെല്ലാം നമ്മൾ അത്തരത്തിലൊരു അവാർഡിൻ്റെയോ സിനിമയുടെ ഒരു ലയബിലിറ്റി ഭംഗിയാക്കായിട്ട് പറയുമല്ലോ, എന്നെ ബാധിച്ചിട്ടുമില്ല. അത് സാധ്യത തീരെയില്ല. അതെത്രമാത്രം തട്ടിക്കളഞ്ഞ് മുമ്പോട്ട് പോകാൻ പറ്റുമോ അത്രയും നല്ലതാണെന്നാണ് എൻ്റെ വിശ്വാസം. അത് കാരണം എന്നുവെച്ചാൽ അത് പലപ്പോഴും നമ്മുടെ ആക്സസിനെ തടസ്സപ്പെടുന്നു. ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സൗഹൃദങ്ങളെല്ലാം അവരെല്ലാം പഴയ പോലെയാണ്. അതിനൊന്നും എനിക്ക് മാറ്റമില്ല, അവർക്കും മാറ്റില്ല. പിന്നെ എന്താ പ്രശ്നം? ഞാൻ അവരുടെ കൂടെയാണുള്ളത്, അവരെൻ്റെ കൂടെയാണുള്ളത്. ഞാൻ അതിലാണ് എൻജോയ് ചെയ്യുന്നത്. സൗഹൃദങ്ങളിൽ മാത്രമാണ് ഞാൻ കൂടുതൽ വിശ്വസിക്കുന്നത്. സൗഹൃദം എന്നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. എവിടെയായാലും സൗഹൃദം എന്നുള്ള സാധനത്തിന് ഞാനൊരു വല്ലാത്ത ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സൗഹൃദം വളരെ പ്രധാനപ്പെട്ടാണെന്ന് എൻ്റെ വിശ്വാസം. കാരണം അവിടെയാണ് നമ്മളൊരു മനുഷ്യനുണ്ടാകുന്നത്. ഒരു എറർ ഫ്രീ അല്ലല്ലോ, നമ്മളൊരു മെക്കാനിക്കൽ അല്ലല്ലോ. മനുഷ്യൻ എന്നുള്ളൊരു മെക്കാനിക്കൽ മെറ്റീരിയൽ അല്ല, ഇൻസ്ട്രുമെൻ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എറർ ഫ്രീ അല്ലാത്ത ഒരു എലമെൻറ്റും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏത് യന്ത്രത്തിനും തകരാറ് സ്വാഭാവികമായിട്ടും ഉണ്ടായേക്കാം എന്നുള്ള സാഹചര്യത്തിൽ നമ്മൾ ഇത്തരം സൗഹൃദങ്ങളാണ് പലപ്പോഴും നമ്മളെ റെക്ടിഫൈ ചെയ്യുന്നത്. നമ്മുടെ സൗഹൃദങ്ങളായിരിക്കും അവരെ റെക്ടിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ സൗഹൃദങ്ങൾ എനിക്കെപ്പോഴും പ്രയോജനകരം മാത്രമാണ്. ഞാൻ അവരുടെ കൂടെയാണ് കൂടുതലും നമ്മൾ ചിലവഴിക്കുന്നത്. അതുകൊണ്ട് വിഷു ആയാലും ശരി, ഏത് ഒക്കേഷൻ ആയാലും ശരി, അത്തരം പിണക്കങ്ങളില്ലാതെ പോകാൻ പറ്റിയാൽ നല്ലത് എന്നുള്ളതാണ് എൻ്റെ. ചേട്ടാ, ഇനി നമുക്ക് കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഷോർട്ട് ആയിരിക്കണം, സട്ടിലായിട്ട് പറയും വേണം, പക്ഷേ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഏറ്റവും ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു എഴുത്തുകാരൻ മലയാളത്തിൽ രഘുനാഥ് പലേരിയാണ് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു എഴുത്തുകാരൻ. ചേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട തിരക്കഥ ഏതാണ്? യവനി എനിക്കിഷ്ടം. അതിൻ്റെ ഒരു ചേട്ടൻ്റെ ഏറ്റവും നല്ല സിനിമ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ, യെസ് ഓർ നോ? അറിയില്ല. അതിന് വ്യക്തമായിട്ടൊരു എന്താ പറയുക, അതിൻ്റെ ഒരു വ്യക്തമായിട്ടൊരു ആൻസർ കിട്ടണമല്ലോ. അത് വിട്ടുകളയാം. ചേട്ടൻ്റെ ഉള്ളിൽ എഴുത്തുകാരനേക്കാൾ ഉപരി നല്ലൊരു സംവിധായകൻ ഉറങ്ങിക്കിടപ്പുണ്ട്, യെസ് ഓർ നോ? നോയാണ്. എനിക്കെപ്പോഴും ഇഷ്ടം, ഞാൻ ഡയറക്ഷൻ ചെയ്യാൻ വന്ന ആളല്ലേ, പക്ഷേ ഞാൻ അതിലേക്ക് കുറേ കൂടെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഥ പറയാനൊരു സുഖം തോന്നുന്നുണ്ട്. ഇപ്പോൾ ഓരോ സീസണിലുള്ളൊരു ട്രെൻഡല്ലേ, അപ്പോൾ ഓരോ പ്രാന്തിനനുസരിച്ച് പോകുക എന്നുള്ളതാണല്ലോ. ഇപ്പോഴത്തെ പ്രാന്തതാണ്, ഇപ്പോൾ ഇതിനനുസരിച്ച് പോവുക. പിന്നെ അതുകൊണ്ട് ചെയ്യില്ല എന്നല്ല, ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്കിഷ്ടം കഥ പറയാനാണ്. കൂടെ വർക്ക് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചിട്ടുള്ള ഒരു നടനേതാ? ഞാൻ വളരെ കുറച്ച് പടങ്ങളല്ലേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിന് മാത്രം സിനിമകൾ ചെയ്തിട്ടില്ലല്ലോ. ഒരു ഷോട്ടിൽ ഇത്രയൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തതേ ഇല്ല എന്ന് പറഞ്ഞ് അത് ഒരാൾ പറയണം, മറ്റൊരാൾ അത് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ഇപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രീതിക്കായിരുന്നു. ഇപ്പോൾ ബീച്ചയുടെ സത്യം പറഞ്ഞ വിശ്വസിക്കയിൽ ഭയങ്കര രസമായിട്ട് ഭയങ്കര നമ്മൾ പ്രതീക്ഷിക്കാതെ ചെയ്ത സംഭവമാണ്. ഫഹദ് ചെയ്ത സാധനങ്ങളുണ്ട്, സുരാജ് ചെയ്ത സാധനങ്ങളുണ്ട്. ഞാനിപ്പോൾ അത് ആലോചിച്ചില്ല. ഒട്ടും പ്രതീക്ഷിക്കാത്ത ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഇതിൽ സംഭവിക്കുന്നുണ്ട്. ഇല്ല, അങ്ങനൊരു പ്രോപ്പർ വൺ വേർഡ് ക്വസ്റ്റിന് അതിൽ ആൻസർ ഇല്ല. ചിലപ്പോൾ ചില ചെറിയ ക്യാരക്ടേഴ്സ് ഭയങ്കര രസമായിട്ട് എനിക്ക് പെട്ടെന്ന് കിട്ടിയ ഒരാൾ വളരെ നന്നായിട്ട് ചെയ്തിട്ടുള്ളൊരു സംഭവം ഒക്കെയുണ്ട്. ഒരു ചെറിയ ക്യാരക്ടറിന് വന്നിട്ട് അവർ രസമായിട്ട് ചെയ്ത് പോകുന്ന, ടൈമിങ്ങിലൊക്കെ ചെയ്തു പോകുന്ന. ഒരു ഉദാഹരണത്തിന് സത്യം പറഞ്ഞ് വിശ്വസിക്കയിലൊരു ഒരു അയൽവക്കാരനുണ്ട്. ഇങ്ങനെ ഈ വാസ്തുവിൻ്റെ കാര്യം പറയുന്നൊരു അയൽവക്കാരൻ. വാസ്തു നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നൊരു കക്ഷിയുണ്ട്. അവിടെ പെട്ടെന്ന് വന്നൊരാളാണ്. പക്ഷേ അയാൾ ചെയ്തു വന്നപ്പോഴത്തേക്കും നല്ല രസമായിട്ട് ചെയ്ത ഒരാളാണ്, നല്ല കൃത്യമായിട്ട് ചെയ്തു പോയ ഒരാളാണ്. നമ്മൾ ആ പ്രതീക്ഷിക്കാത്ത ആ ക്യാരക്ടറിന് ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു സാധനം കിട്ടിയപ്പം നമുക്ക് അയാളോട് ഒരു ഭയങ്കര സന്തോഷം തോന്നും. അങ്ങനെയൊക്കെ ഒരുപാട്. ഫഹദ്, ബിജു മേനോൻ, സുരാജേട്ടൻ, ഇവരിൽ പെർഫെക്റ്റ് ടൈമിംഗ് ഇവരെന്നെ അറിയാം. നമ്മൾ എന്തിന് അത്ര കമ്പാരിസൺ സ്പേസേ ഇല്ല. കാരണം ഓരോ സന്ദർഭത്തിലാണല്ലോ ഓരോ സംഭവം സംഭവിക്കുന്നത്. അവരൊക്കെ ബ്രില്യൻ്റ് ആയിട്ടുള്ള
ഓറിയൻറ്റേഷൻ ഉള്ളവരാണ്. അവരുടെ ചിന്തകളൊക്കെ കിടക്കുന്നത് ഏത് സമയത്ത് ആവശ്യമുള്ളത് അവർ ഓരോ രീതിയിലേക്ക് അവർ വളരും. അപ്പം നമ്മളത് ഒരു ബോക്സിൻ്റെ അകത്ത് അടച്ചു വെച്ചിട്ട് ഇവർ സംസാരിക്കാനേ പറ്റില്ല. ഇവർ അതിൻ്റെയൊക്കെ പുറത്ത് പോകുന്ന ആൾക്കാരാണ്. എപ്പോഴാണെങ്കിലും ഇത് ബ്രേക്ക് ചെയ്യും. ഈ ആർട്ടിസ്റ്റ് അവർ നമ്മുടെ മലയാളത്തിലെ ആർട്ടിസ്റ്റിന് അങ്ങനെ ഒരു ഭയങ്കര ഒരു കറക്റ്റായിട്ടൊരു ഓപ്പർച്യൂണിറ്റി ആണ് കിടക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരത് എല്ലാം ബ്രേക്ക് ചെയ്ത് പോകും. ബീച്ചറും പോയ പോക്ക് കണ്ടില്ലേ? ഇതുവരെ തമാശയായിട്ട് സിനിമകൾ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യൻ എല്ലാം ബ്രേക്ക് ചെയ്തിട്ട് അയ്യപ്പൻ നായരായിട്ട് വിളഞ്ഞാടുക. നമ്മളിപ്പോൾ ഷോക്ക് ചെയ്തു നമ്മൾ വിചാരിച്ചോ എന്നാൽ 2-3 കുറച്ച് പടങ്ങൾ അപ്പുറത്തേക്ക് നമ്മൾ തന്നെ ചെയ്ത പടങ്ങൾ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് വെച്ച് നോക്കി കഴിഞ്ഞാൽ അതല്ലോ ചെയ്തിരുന്നത്. അപ്പോൾ എവിടെയാണ് കറക്റ്റായിട്ടൊരു ഒരു സംഭവം ഒരു സ്പേസ് വന്നു, ആ സ്പേസിൽ അവർ നിന്ന് വിളയാടും. അപ്പോൾ നമുക്ക് അവരെയൊന്നും ഒരു പ്രത്യേക പെട്ടിക്കകത്ത് അടച്ചിട്ട് ആലോചിക്കാൻ പറ്റില്ല. അത് ഒരാളെന്നല്ല കേട്ടോ, അതെല്ലാവരും അതെ. ഇനി കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു സംവിധായകൻ ആരാണ്? അങ്ങനെ ഒരു പടം ഓരോ സംവിധായകരും കൂടെ ചെയ്യുകയാണ്. എനിക്ക് അങ്ങനെ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇപ്പോൾ പോത്തൻ്റെ കൂടെ ഞാൻ ചെയ്തു. പോത്തൻ്റെ ഒരു ബ്രില്യൻറ്റ് ഡയറക്ടർ എന്ന രൂപത്തിൽ എനിക്ക് കഴിഞ്ഞു. പ്രജിത്തിൻ്റെ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള വളരെ അടുപ്പമുള്ള സുഹൃത്താണ്. ഞങ്ങൾ നമ്മൾ പരസ്പരം അടുപ്പമുള്ള ആളുകളാണ്. അങ്ങനെ ഒരാളുടെ കൂടെ ഞാൻ ചെയ്തു. നാദർഷ എനിക്കൊരു ഹ്യൂമൻ ബീങ് എന്നുള്ള എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. ഡയറക്ടർ എന്നുള്ള എനിക്ക് നല്ല റെസ്പെക്റ്റ് ഉള്ളതാണ്. പ്രജിത്തൊക്കെ എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള സൗഹൃദങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കണക്റ്റ് ആവുന്ന ആളുകളുമായിട്ടായിരിക്കും ഞാൻ വർക്ക് ചെയ്യാൻ സാധ്യത. അതുകൊണ്ട് ഇന്നൊരാളെന്നുള്ളതല്ല, നമുക്ക് ഒരു രസം ഞാനും ആളുമായി അല്ലെങ്കിൽ പറയുന്ന ആളുമായിട്ട് മോൾഡിംഗ് ആയിട്ട് പോകുന്ന അങ്ങനെ ഒരു ബോണ്ടേജ് ഉണ്ടെങ്കിൽ ആരുടെ കൂടെ വർക്ക് ചെയ്യും. അത് പുതിയ ആളായാലും പഴയ ആളായാലും ഒരു പ്രശ്നം വരില്ല. ഒരു കണക്ഷൻ കിട്ടും. നമുക്കൊരു കണക്ഷൻ കിട്ടിയാൽ മതി. അതുകൊണ്ട് ഒരു ഗ്രൂപ്പിൽ ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം നിന്ന് വർക്ക് ചെയ്യുന്ന ഒരാളെയല്ല. ഇപ്പോൾ എൻ്റെ അവസ്ഥ വെച്ച് കഴിഞ്ഞാൽ പോത്തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു, പോത്തൻ്റെ കൂടെ കഴിഞ്ഞിട്ട് പ്രജിത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു, പ്രജിത്തിൻ്റെ കൂടെ കഴിഞ്ഞിട്ട് ആർഷയുടെ കൂടെ വർക്ക് ചെയ്യുന്നു. ഇനി ചെയ്യാൻ പോകുന്നതൊക്കെ അത്തരത്തിൽ വേറെ വേറെ ആളുകളുടെ കൂടെയാണ്. അത് ഒരു കണക്കിന് നല്ല ഒരുപാട് ഓരോ സൈസ് പടങ്ങളാണ് ചെയ്തു. അത് ഭാഗ്യം. സബ്ജക്റ്റ് ഇദ്ദേഹത്തെ വെച്ചൊരു സിനിമ, അതാണ് എൻ്റെ ജീവിതാഭിലാഷം. ചേട്ടന് ഉത്തരം പറയില്ല എന്നറിയാം, എന്നാലും എനിക്ക് ഒരാളെ വെച്ച് ചെയ്യാന്നുള്ളതല്ല. പക്ഷെ എനിക്ക് ഒരു ഒരു ക്യാരക്ടർ സെറ്റായി കഴിഞ്ഞാൽ ആ ക്യാരക്ടറിലേക്ക് എത്തുന്ന ആളെ കിട്ടിയാൽ കൊള്ളാമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഇപ്പോൾ കഴിഞ്ഞ പടത്തിൽ വിജയം വന്നില്ല, എനിക്ക് ഭയങ്കര ടെൻഷനായി പോയാണ്. സത്യം പറഞ്ഞ സമയത്ത് വലിയ ചേച്ചി കിട്ടിയില്ല, ഞാൻ ടെൻഷനായി പോയാണ് ഈ പടത്തിൽ. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അത് വരുന്ന കഥയുടെ സ്വഭാവത്തിനനുസരിച്ച് ആ ആളെ കിട്ടണമെന്ന് ആഗ്രഹം തോന്നും, ഭയങ്കരമായിട്ട് ആഗ്രഹം. എനിക്ക് ഇപ്പം അങ്ങനെ ഉണ്ടാകുന്ന കഥയിൽ നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? ഇപ്പോൾ അവരെ കിട്ടിയിട്ടൊരു പടം ചെയ്യാമെന്ന് വെച്ചാൽ നടക്കില്ല. നമ്മളൊരു സാധനം ഉണ്ടാക്കി വരുമ്പോൾ അതിന് ഈ ആർട്ടിസ്റ്റ് വന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നിയാൽ അവരെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് സങ്കടം വന്നു. മനസ്സിൽ ഒരുപാട് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഒരു സിനിമയിൽ പ്രസന്റ് ചെയ്യണമെന്നുണ്ടോ? അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടോ? ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ഒരു സ്വഭാവമുള്ള ഒരു പ്രത്യേക ഫ്രെയിം വർക്കിലുള്ള, ഇപ്പോൾ ഈ കേശുവിൻ്റെ ഇത് പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഒരു ക്യാരക്ടർ മനസ്സിലുണ്ടോ? എനിക്ക് എപ്പോഴും താല്പര്യം തോന്നുന്നു ഒരു പടത്തിൻ്റെ സ്വഭാവത്തിൽ അടുത്ത് വരാതിരിക്കാൻ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഫ്ലേവറിൽ മാറ്റം വരുത്തുക എന്ന് ആലോചിക്കുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ച് റഫായിട്ടുള്ള കുറച്ച് വ്യത്യസ്തമായിട്ട് പെരുമാറുന്നൊരു ക്യാരക്ടർ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നുന്നു. പിന്നെ പല ഷെയ്ഡിലുള്ള നമുക്ക് ഭയങ്കര രസമാണല്ലോ അത്തരം ആലോചന, ഒരു സുഖമുള്ളൊരു ആലോചനയാണ്. എന്താണ് അതിൻ്റെ അത് വേറെ രൂപത്തിൽ എങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ആലോചന. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് പോകണ്ടാവും. അതിപ്പോൾ ഏതൊക്കെ വർക്കാവുമെന്ന് നമുക്കറിയില്ലല്ലോ. എന്തായാലും എന്തെങ്കിലും അവർ ചെയ്യുന്ന ക്യാരക്ടറിന് അവർക്കെന്തെങ്കിലും രസം വേണം. ഇപ്പോൾ കള്ളൻ്റെ കേസ് പറഞ്ഞു. ഇപ്പോൾ കള്ളനെ സംബന്ധിച്ച് ഇപ്പോൾ ഫഹദ് ചെയ്ത കള്ളൻ എന്ന് വെച്ചാൽ കള്ളംപവിത്രനിലെ കള്ളൻ കഴിഞ്ഞാൽ, ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയുകയാണ്, കള്ളംപവിത്രനിൽ വേണിച്ചേട്ടൻ ചെയ്ത കള്ളൻ കഴിഞ്ഞാൽ മലയാളത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കള്ളൻ എൻ്റെ കള്ളനാണ്. അതാണ് എൻ്റെ വ്യത്യാസം വരുന്നത്. അപ്പോൾ അത് പക്ഷേ കള്ളംപവിത്രം വേറെ പത്മനാഭ സാർ ചെയ്ത വേറെ ലെവലിലുള്ളൊരു കള്ളനാണ്. അതുകൊണ്ട് തന്നെ എടുത്തു പറഞ്ഞു അത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു. അപ്പം സുനിയെ നമുക്കിഷ്ടമാണല്ലോ. എനിക്കറിയാം സുനി നമുക്ക് സത്യം പറഞ്ഞാൽ സുനി നമുക്ക് ഇഷ്ടമുള്ള ആളാണ്. അങ്ങനെ അപ്പോൾ നമ്മളെ അടിസ്ഥാനമായിട്ട് നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്, നമ്മൾ ആസ്വദിക്കുന്നുണ്ട്, നമുക്ക് ഇഷ്ടമാണ്. അപ്പോൾ കേശു ഒരു വൻ വിജയമാവട്ടെ, ഞങ്ങൾ നല്ലതായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നു. മാത്രമല്ല ചേട്ടനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ഡയറക്ടറായിട്ടും കൂടി ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്.
കേശു കാണണം. കാരണം എന്താ വെച്ചാൽ വളരെ എടുത്തു പറയുകയാണ് കേശു കാണണം. ഒന്ന് നിങ്ങൾക്ക് ഒരു 2 മണിക്കൂർ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന, എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു വെക്കേഷനിൽ വന്ന് കാണാൻ പറ്റുന്നൊരു പടം. വെറുതെ പരസ്യത്തിന് വേണ്ടി പറയുന്ന ഒരു വാക്കല്ല. പക്ഷേ നിങ്ങളൊരു ഭയങ്കര സ്ലാപ്സ്റ്റിക് അങ്ങനത്തെ ഒരു പടം ആദ്യം പറഞ്ഞു, അതുപോലത്തെ ഒരു പടം അല്ല നമ്മളിത്. വളരെ സ്ലൈറ്റായിട്ടുള്ള സിറ്റുവേഷൻസിലുള്ള ചെറിയ നർമ്മങ്ങൾ കൊണ്ട് നിറച്ചിട്ടുള്ള, ചെറിയ നർമ്മങ്ങൾ ഉടനീളമുള്ള ഒരു സാധാരണ ഒരു കുടുംബ സിനിമയാണത്. അത് ഞാൻ ഫാമിലി ഓഡിയൻസ് എടുത്തു പറയുക, പ്രത്യേകം എടുത്തു പറയുക. കാരണം വെച്ചാൽ അത് നിങ്ങളെല്ലാവരും കൂടി വാ തിയേറ്ററിൽ, എന്നിട്ട് ഈ പടം കാണാൻ പോവാം. ഇതാണ് നമ്മളുടെ ഒരു ഓഡിയൻസ് കൊടുക്കാൻ പറ്റുന്നത്. തിയേറ്ററിൽ പോവാം, നഷ്ടമല്ല. എനിക്കറിയാം, ഞാനൊരു സിനിമ കാണാൻ പോകുമ്പോൾ, തിയേറ്ററിൽ പോകുമ്പോൾ 4 ടിക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും വരുന്ന എക്സ്പെൻസിനെ കുറിച്ച് നമുക്ക് നല്ല ബോധമുണ്ട്. ആ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നാണ് പറയുന്നത്. ഒരു നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾ ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾ മുടക്കുന്ന പൈസ മുതലാക്കാവുന്ന ഒരു സിനിമ. ഇതാണ് കേശു ഈ വീടിൻ്റെ നാഥൻ. അതെല്ലാവരും കാണാൻ വരും. ഉറപ്പായിട്ടും വരും, ഞാൻ എന്തായാലും പോകും. അപ്പോൾ വളരെ എക്സ്പെക്ടേഷൻ ഉണ്ട്. ഓൾ ദി ബെസ്റ്റ് വിഷസ്. താങ്ക് യു. ചേട്ടൻ്റെ ഈ വിഷു കേശുവിൻ്റെ ഒപ്പം ആണല്ലോ, അപ്പോൾ KenTV പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എല്ലാ KenTV പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസ. KenTv ഓൺലൈൻ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.